ഇന്ന് സ്പോട്ട്ലൈറ്റിലുള്ള എൻ്റെ ഗസ്റ്റിന് എന്ത് വിശേഷണം കൊടുക്കണം എന്ന് ഞാൻ കുറേ നേരമായിട്ട് ആലോചിച്ച് എനിക്ക് ഒരുപാട് വിശേഷണം കൊടുക്കണമെന്നുണ്ട്. ആക്ച്വലി എനിക്ക് പേടിയാണ് സംസാരിക്കാനായിട്ട്, കാരണം ഏത് വഴിക്കാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുത്തതെന്ന് വല്ല എടുത്തോണ്ടോ? കുറച്ച് നാൾ മുന്നേ റേഡിയോ മാംഗോയുടെ തന്നെ പരിപാടിക്ക് ഓർമ്മയുണ്ടല്ലോ അവതരിപ്പിക്കാൻ വന്നത്. അത് അന്ന് എനിക്ക് അറിയില്ല ശാലിനി ഇത്രയും പ്രശസ്തയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ വെച്ച് അങ്ങനെ പലതും ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോ ഇപ്പൊ ബോൾ ശാലിനിയുടെ കോർട്ടിലാണ്. ഇനി ശാലിനിക്ക് എന്നെ തട്ടാ ഉരുട്ടാ എന്തും ചെയ്യാം, കൊടുത്താ കൊല്ലത്തും കിട്ടും പറയോ. അതെ. ഇത് പക്ഷെ അതങ്ങല്ല, ശാലിനി വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി എനിക്ക് ദുർഗാഷ്ടമി അല്ലാഞ്ഞത് എന്റെ ഭാഗ്യം, അത്രേ ഉള്ളൂ. അതാണ് വർഷം ഇപ്പൊ ഏകദേശം 1.5 വർഷമായിട്ടോ ഞാനിത് മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അന്ന് റേഡിയോ ബാംഗ്ലൂർ എന്റെ പരിപാടിക്ക് അവതാരകനായിട്ട് കയറിയത് രമേശ് പിഷാരടി, സഹായിയായിട്ട് കയറിയത് ഞാൻ. എന്നിട്ട് എനിക്കൊരു പേരിട്ട് കുടമേന്തിയ പെൺകുട്ടി. കാരണം അന്ന് അവിടെ കുറച്ച് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ഈ നറുക്കെടുപ്പിന്റെ കുറികളെല്ലാം കൂടെ ഒരു കുടത്തിൽ, ഒരു സ്റ്റീൽ കുടത്തിൽ ഇട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നറുക്കെടുക്കാൻ വേണ്ടി കുടവുമായി വന്നിരുന്നത് ശാലിനിയാണ്. അതുകൊണ്ട് ഞാൻ രവിവർമ്മ ചിത്രത്തിന്റെ പേര് തന്നെ ഇട്ടു, കുടമേന്തിയ പെൺകുട്ടി. പിന്നെ അതന്നെയാണ് എന്റെ പേര് ആരും വിളിക്കണ്ടായി. അയ്യോ, അപ്പൊ എന്നോടൊരു വാക്ക് നേരത്തെ പറയണ്ടേ? ഇത് ഞാൻ അറിയുന്നില്ല. ഇത് മുഴുവൻ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തി വലുതാക്കി ഇന്നൊരു അവസ്ഥന് വേണ്ടി കാത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യും. എന്താ ചെയ്യാതിരിക്കാൻ? അങ്ങനൊന്നുമില്ല. ഞാനിത് കേട്ടിട്ടുള്ള പരിപാടിയല്ലേ, നോക്കാം നമുക്ക്. പക്ഷെ ഒരു കാര്യം വിചാരിക്കുക, തിരിച്ച് എനിക്കും ഒരു ദിവസം വരും, തിരിച്ച് എന്റെ കയ്യിൽ ഇനിയും കിട്ടും. അത് തുടങ്ങിയില്ലേ? തുടങ്ങട്ടെ. ഇപ്പൊ സ്പോട്ട്ലൈറ്റിൽ ഇവിടെ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഏത് വേഷത്തിലാണ്? അവതാരകനായിട്ടാണോ, അതോ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണോ, അതോ അഭിനേതാവായിട്ടാണോ? ഒന്നുമല്ല, ഞാൻ എന്തിനും ഉത്തരം പറയാനായിട്ട് ഒരു പ്രതിക്കൂട്ടിൽ പ്രതി നിൽക്കുന്ന ഇലാഹുദിലൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെടാം. കാരണം ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ട് അധികമായിട്ടില്ലല്ലോ. അതെ. അതിന്റെ റോൾ എന്ന് പറയുന്നത് ജയറാമേട്ടന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ്. പക്ക ഫ്രോഡ് പരിപാടികളൊക്കെ കാണിച്ച് നടക്കുന്നത്. എന്താ അറിയില്ല, ഈടായിട്ട് സിനിമയിൽ ഫ്രോഡ് പരിപാടികൾ കാണിക്കാനായിട്ട് നിരന്തരം എന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അതും കണ്ടാൽ മനസ്സിലാവരുത്, അങ്ങനെ ഒരു ലുക്കും കൂടി വേണം അല്ലേ? ഉണ്ട്. കണ്ടാ പകൽ മാന്യ എന്ന് പറയുന്ന വേഷമാണ് കിട്ടുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തത് അമർ അക്ബർ അന്തോണിയായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അത് കണ്ടിട്ടുള്ളതാണോ ഈ റോളിലേക്ക് എടുത്തത്? അല്ല, ഈ റോള് ഞങ്ങൾ അതിന് തൊട്ട് മുമ്പ് ജയറാമേട്ടൻ ഞങ്ങളൊക്കെ കൂടെ ഒരു മാസം അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേ ജയറാമേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇങ്ങനെ ഒരു വേഷം കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. പലപ്പോഴും സിനിമകൾ വരുമ്പം അത് ഞാൻ ഈ സ്റ്റേജ് പരിപാടികൾ പിടിക്കുന്നവർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഈ സിനിമയ്ക്ക് വിളിക്കുന്ന ദിവസമൊക്കെ ഞാൻ ഏതായാലും രാജ്യത്ത് പരിപാടി പിടിച്ചിട്ടുണ്ടാവും. ഒരു വർഷത്തിലൊരു 3 പടത്തിൽ കൂടുതലൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എല്ലാം കൂടെ 15 പടം ആയിട്ടുമില്ല. ഇപ്പൊ എത്ര വർഷം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്? 2008 8 തൊട്ട്. പോസിറ്റീവ് 7 ഷൂട്ടിംഗ്, 8 എങ്ങാണ്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. 2008 തൊട്ട്. അപ്പൊ 8 എത്ര വർഷമായി? 8 നിന്ന് 16 കുറയ്ക്കൂ. അതിന് വിൽക്രമം കൊണ്ട് പോട്ട് 9. ദൈവം ഭാഗ്യം, നിങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടാത്ത റേഡിയോയിൽ തന്നെ ജോലി കിട്ടിയത്, അല്ലെങ്കിൽ ലോക പരാജയമായി പോയത്. തിരിച്ച് അവതാരകയോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ പോളിസി. ശരി, ചോദ്യമില്ല. 2008 പോസിറ്റീവ് ഇറങ്ങി. പക്ഷെ അതിന് ആദ്യം ഇറങ്ങിയത് നസ്രാണിയല്ലേ? നസ്രാണിയിൽ ചെന്നപ്പോൾ 3 പേജ് ഡയലോഗ് തന്നു എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് കുറെ പേരുണ്ട്. ഇന്ന ആൾ ഇന്ന ദിവസം മരിച്ചപ്പോൾ മറ്റേത് ഇങ്ങനെ മറിച്ചെന്ന് കുറെ ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാനത് മുഴുവൻ കാണാപ്പാടം പഠിച്ച് ഞാനോർത്ത് ഇത് കലക്കും. കാരണം ഇത്രയും ഡയലോഗുള്ള ഒരു വേഷം ഞാൻ കുറെ കാണാപ്പാടം പഠിച്ച് ഇത് മുഴുവൻ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൈഡിൽ ഒരു സ്പീക്കർ എന്റെ ശബ്ദം നോക്കുമ്പോൾ മമ്മൂക്ക ഇരുന്ന് ഒരിടത്തിരുന്ന് കുടിച്ചോണ്ടിരിക്കുക. ആ മമ്മൂക്ക ഇരിക്കുന്ന മുറിയിലെ ടിവിക്കകത്ത് ഞാൻ നിന്ന് ഭയങ്കര വാർത്ത വായന. പെട്ടെന്ന് ടി വി വലുതായപ്പോ ഞാൻ വന്നു. അങ്ങനെയാണ്. ആരും മരിച്ചു എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നു. പിന്നെ പറയാനില്ല, പിന്നില്ലേ അഭിനയിച്ചില്ലേ? ശരി. അപ്പൊ ഇത്ര വർഷം കൂടെ എത്ര പടം പറഞ്ഞത്? ഒരു 15 പടമായിട്ടുണ്ടാവും. അതെന്താ ഭയങ്കര സെലക്റ്റീവ് ആവുന്നതാണോ? ഞാനല്ല, ഡയറക്ടർമാര് ഭയങ്കര സെലക്റ്റീവ്. അവര് വിളിക്കുന്നില്ല. അഭിനയം കണ്ടിട്ടല്ലേ? അതായത് ഇവര് വിളിക്കുന്ന ദിവസം എനിക്ക് പരിപാടി ഉണ്ടാവും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് പറ്റാതെ ഇല്ലാതെയൊക്കെ പോകുന്നതാണ്. ഇവിടെ റേഡിയോ ബാംഗ്ലൂർ തന്നെ പലപ്പോഴും വന്നപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് കഥകളുണ്ട് കയ്യില്. ഇതിന് മാത്രം കഥകൾ എവിടുന്നാ? അത് ഓർമ്മയുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ പലതും പറയുന്നത് കൊണ്ടും സൗഹൃദ സംഭാഷണങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരാള്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? വിളിച്ചാ കിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. പരിപാടിയുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇപ്പൊ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പക്ഷെ കോൾ ഡൈവേർട്ട് ആക്കി ഇടും. അത് കൃത്യമായിട്ട് ഒരാൾ എടുത്തിട്ട് ഇന്ന സ്ഥലത്ത് പോയെന്ന് പറയും. വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വിളിക്കാത്തവർ പറയുന്നതാണ്. കല്യാണം വിളിക്കാത്ത പോലെ ഞാൻ വിളിച്ചു നിന്നെ കിട്ടിയില്ല എന്ന് പറയൂല, അത് കഴിഞ്ഞ് കാണുമ്പോൾ അങ്ങനെ പറയുന്നതാ. ശരി, 2 ദിവസം മുന്നേ പക്ഷേ വിളിച്ചപ്പോ ഖത്തറിലായിരുന്നു എന്ന് കേട്ടു. ഖത്തറിലായിരുന്നു. അത് കഴിഞ്ഞ് അബുദാബി ദുബായ് പോയി MG ശ്രീകുമാറിന്റെ കൂട്ടത്തില് പരിപാടിയുണ്ട്. എന്നാലും വിളിച്ചാൽ അത് കൃത്യമായിട്ട് അതിന് ഓരോ കിട്ടും. എവിടെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഈ വർഷം തുടങ്ങിയിട്ട് 5 മാസമായിട്ടുള്ളൂ. ഈ 5 മാസം കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി കേട്ടെ? ഇപ്പൊ ഞാൻ ഖത്തറിൽ പോയി, ദുബായ് 2 പ്രാവശ്യം പോയി, അബുദാബി 1 പോയി, മെയ്യിൽ ഇനി ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു മലയാളി പ്രോഗ്രാം ജോർദാൻ ഇസ്രായേലിലൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, അതിന് പോകുന്നുണ്ട്. ഈ മെയ്യോടുകൂടി ഇത്രയും രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. പോവാത്ത രാജ്യങ്ങളും വല്ലതും ഉണ്ടോ? കുറവാണ്. ഈ യാത്രകളിൽ എന്താ കളക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കാണുമല്ലോ, നമ്മുടെ കൗതുകങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന് ചെയ്ത പേര് കളക്ട് ചെയ്യും. മലയാളികൾക്കുണ്ട്. അവരുടെ ആ നാടിന്റെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും അങ്ങനെ കളക്ഷൻ ഒന്നുമില്ല. കാരണം ഇപ്പൊ ആഗോളവൽക്കരണം വന്നല്ലോ. ഞാൻ ആഫ്രിക്കയിൽ നിന്ന് ഒട്ടകപ്പക്ഷിയുടെ മുട്ട കൊണ്ടുവന്നു, വലിയ മുട്ട. അങ്ങനെ ചില സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അല്ലാതെ അധികം കൊണ്ടുവരില്ല. അങ്ങനെ വീട്ടിൽ ഒരുപാട് ട്രഷർ
എടുക്കാറുണ്ടോ? കളക്ഷൻ ഉണ്ടോ? കളക്ഷൻ പഴയ സാധനങ്ങൾ 80s and 90s ആണ് എന്റെ കളക്ഷൻ. 80കളിലും 90കളിലെയും സാധനങ്ങൾ ഒരുപാടുണ്ട് എന്റെ കയ്യിൽ ഇപ്പോഴും. 80കളിൽ ഇപ്പൊ കാസറ്റ് ഒരു 500 കാസറ്റ് കാണും എന്റെ കയ്യിൽ. അത് ഇട്ടാൽ പാട്ട് പാടുന്ന ടേപ്പ് റെക്കോർഡർ ഉണ്ട്. 81 മോഡൽ വിജയ് സൂപ്പർ ഉണ്ട്, വട്ട് സോഡയുടെ കുപ്പിയുണ്ട്, ഗ്രാമഫോൺ ഉണ്ട്. 1ാം ക്ലാസ്സിൽ ഞാൻ കൊണ്ടുപോയ ടിഫിൻ ബോക്സ് ഉണ്ട്. 5 വയസ്സുള്ളപ്പോൾ എനിക്ക് ആദ്യം മേടിച്ചു തന്ന പട്ടിയുണ്ട്, കളിക്കാൻ മേടിച്ചു തന്ന ചെറിയ പ്ലാസ്റ്റിക് പട്ടിയുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കടിഞ്ഞൂൽ കല്യാണത്തിനോട് ഉർവശിയുടെ മെയിൽ വേർഷനാണ് അപ്പോ. അല്ലാതെ കുറെ സാധനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വട്ടാണെന്നാണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നടത്തിയ വിദേശയാത്ര ഏതായിരുന്നു? അപ്പൊ ആദ്യമായിട്ട് നടത്തിയത് 2004 ദുബായ്. അത് മിമിക്രി ചെയ്തോണ്ടിരുന്ന സമയത്ത് മിമിക്രിക്ക് വേണ്ടി, പരിപാടിക്ക് വേണ്ടി പോയതാ. പരിപാടിക്ക് വേണ്ടി അല്ലാണ്ട് വിദേശയാത്ര നടത്തിയിട്ടേ ഇല്ല. ഇല്ല, ഫാമിലി ആയിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇല്ലില്ല. ഏതെങ്കിലും പട്ടാളക്കാരൻ അതിർത്തിയിലോട്ട് ഭാര്യയും മക്കളെ കൊണ്ടുപോവോ? അവിടെ ഇത് നടക്കുന്ന നമ്മള് തല വെച്ച് എടുത്തിട്ട് പോവല്ലേ. ഞാൻ അതുമല്ല, അത് സംഘാടകർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനായിട്ട് ടൂർ പോകേണ്ടി വന്നാലേ അങ്ങനെ കൊണ്ടുപോകുള്ളൂ. അതിനൊരു സമയം കിട്ടിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് കടുക്കാ ചെയ്യാണ്ട് ഇപ്പൊ കൊണ്ടുപോയാലൊന്നും എടുത്തുകൊണ്ട് നടക്കാൻ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നടക്കാറാട്ടെ എന്ന് വെച്ചു. നോട്ട് ദ പോയിന്റ്. അപ്പൊ ഇത്ര നാളായിട്ടും ഈ 2004 തൊട്ട് വിദേശ പരിപാടികൾക്ക് ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് ഇന്നേ വരെ ഭാര്യനെ കുട്ടികളെ കൊണ്ടിട്ടില്ല? ഉറപ്പാണ്. ഈ ഒരു പോളിസിയാണ് മനസ്സിൽ വെച്ചേക്കണത്. നിങ്ങൾക്ക് ഇപ്പൊ കുടുംബം കലക്കുന്നതിന് എത്ര ചാർജ്? അങ്ങനൊന്നും ചെയ്യില്ല രമേശ്, സത്യമായിട്ടും ചെയ്യൂല. ഇത് ഇവര് അവരെ കൊണ്ടുപോകും. ഞാനായിട്ട് പോകുന്ന ടൂറായിട്ട് പോകുമ്പോ കൊണ്ടുപോകും, പരിപാടിക്ക് പോകുമ്പോ കൊണ്ടുപോകില്ല. അപ്പൊ ഓരോരോ പരിപാടികൾക്ക് നമ്മൾ പോകുമ്പോഴേ അല്ലാത്ത ആർട്ടിസ്റ്റുകള് ഇങ്ങനെ ഭാര്യനെയും മക്കളെയും ഭർത്താവിനെയും വകയില അമ്മായിയുടെ മരുമോനെയും ഒക്കെ കൊണ്ടുവരില്ലേ? കൊണ്ടുവരുന്നവരുണ്ട്, കൊണ്ടുവരാത്തവരും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഘാടകർക്ക് നമ്മളെ നോക്കാനാണ് താല്പര്യം. അപ്പൊ നമ്മൾ അവരുടെ കൂടെ സമയം ചെലവാക്കുന്നതിന് പകരം കൂടുതൽ ഭാര്യയുടെ മക്കളെല്ലാം കൂട്ടത്തിൽ പോകണം. പിന്നെ ചിലപ്പോൾ പിള്ളേർക്ക് ഒരു പനിയൊക്കെ വന്നാൽ പോലും അത് നമ്മുടെ ഷോയെ, നമ്മുടെ യാത്രേനെയൊക്കെ ബാധിക്കും. അപ്പൊ ടൂറായിട്ട് പോകുമ്പോൾ അവരെ കൊണ്ടുപോകും, പരിപാടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകില്ല. അപ്പൊ ഫാമിലി ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ചിലവാരെടുക്കുക സംഘാടകരാ? അത് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ആണുങ്ങളെ കൂട്ടിന് കൊണ്ടുപോകാം. പക്ഷെ ആണുങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുപോയാൽ എപ്പോഴും നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നാണ് ശാസ്ത്രം. സംഘാടകർ എടുത്തു കൊടുക്കൂല? സംഘാടകർ എടുത്തു കൊടുക്കും. പിന്നെ ചിലർക്ക് പറയാം, ഞാൻ എന്റെ ഭാര്യയ്ക്കും കൂടെ ടിക്കറ്റ് തന്നാലേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ തരുമല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാരാരാ? അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളത്? അങ്ങനെ ഇപ്പൊ ഒരാളുടെ പേരായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ, ഇതൊരു പരിപാടിയല്ലേ. നമുക്ക് പരിപാടി വൈകുന്നേരത്തെ ന്യൂസിൽ ചർച്ചയാക്കാനുള്ള പരിപാടിയല്ലേ. ഞാനില്ല. 2007 നസ്രാണി എന്ന് പറയുന്ന സിനിമയില് ചാനൽ റിപ്പോർട്ടർ ബിജു ആയിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ ആദ്യം കാണുന്നത് സ്ക്രീനില്. പക്ഷെ ഇപ്പൊ ചാനൽ അവതാരകനായിട്ട് തന്നെയാണ് ആള് തകർക്കണതും. അതെ, പക്ഷേ നസ്രാണി കൊണ്ട് മാറ്റി നിർത്തിയേക്ക്. ഞാൻ പോസിറ്റീവിനെ കുറിച്ചാണ് പറയണേ. പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമ കാരണം എല്ലാ നായകന്റെ ഫ്രണ്ട് ആയിട്ട് അത്യാവശ്യം സുന്ദരനായുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഒരുപാട് കുട്ടികൾ അന്നങ്ങനെ നോക്കിയിരുന്നു, ഒരുപാട് പെൺകുട്ടികൾ അന്നങ്ങനെ നോക്കിയിരുന്നു. അന്ന് എനിക്ക് ബോധമില്ലായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നു. ഇപ്പൊ ഏതാണ്ടുള്ള പോലെ ഇപ്പൊ വളർന്നേ ഉള്ളൂ, ബോധമില്ല. ഇനി ഉണ്ട് നമുക്ക് സംസാരിക്കുന്ന കാര്യം ഓർക്കണം കേട്ടോ. ഓ, നമുക്ക് പോവാലോ. ശരി, അപ്പൊ അന്ന് ഇതുപോലെ സുന്ദരനായ ഒരു പയ്യനെ നായകന്റെ ഫ്രണ്ടായിട്ട് കണ്ടപ്പോ നമ്മൾ എന്താ പിന്നെ പ്രതീക്ഷിക്കുക? ഇനിയുള്ള സിനിമകളിൽ ഈ പയ്യൻ നായകനായിട്ടൊക്കെ വളർന്നു വരും. അങ്ങനെ പിന്നെ കണ്ടത് കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ സിനിമയിലാണ്. എന്താ പിന്നെ രമേശിനോടുള്ള ചോദ്യം, ഈ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുൻപും ശേഷവും രമേശ് പിഷാരടി എന്നൊരു ടോപ്പിക് എന്താ? കപ്പൽ മുതലാളിക്ക് മുമ്പും ശേഷവും രമേശ് പിഷാരടിക്ക് ഒരു മാറ്റവുമില്ല, അതുപോലെ തന്നെയാണ്. അതായത് എന്നും കഞ്ഞി കുടിക്കുന്ന ആൾക്കിടയ്ക്ക് ഒരു ദിവസം ഒരു ബിരിയാണി കിട്ടി, പിറ്റേ ദിവസം വീണ്ടും കഞ്ഞി തന്നെ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ കല്യാണം ഉണ്ടല്ലോ, ഞായറാഴ്ച കല്യാണത്തിന് പോകില്ലേ, അതുപോലെയാണ്. ബാക്കിയുള്ള ദിവസം എല്ലാം ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ വന്ന പോലെ അതിന്റെ തലേന്നും പിറ്റേന്നും പറഞ്ഞൊരു പയ്യന്റെ ഭാവിയിൽ ഒന്നും പറ്റാനില്ല, അവൻ പരീക്ഷ വേറെയാണ്. ഇതൊരു സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന പോലെ ഞാനിങ്ങനെ പോകുന്നു, പെട്ടെന്നൊരു ദിവസം സിനിമയിൽ അഭിനയിക്കുന്നു, തിരിച്ചിതാവുന്നു. അത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു അഡ്രസ് ഉണ്ടല്ലോ. ഇപ്പൊ ഉഷാ ഉതുപ്പ് മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കബീർ പൊന്നമ്മയുടെ എല്ലാ വേഷവും ഉഷാ ഉതുപ്പിന് കിട്ടിയില്ലല്ലോ ഇല്ലേ. അപ്പം പടം വീണ്ടും വരും. അതിപ്പോ ജുറാസിക് പാർക്കിൽ അഭിനയിച്ച് ദിനോസറിന് ഒരു 2ാമത് പടം കിട്ടി. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ 30 ദിവസം 40 ദിവസം ഇതിന്റെ പുറകെ നിൽക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം, ഒരു നായകനിലുള്ള ഉത്തരവാദിത്വം, നായകൻ എത്ര വലിയ ഇതൊക്കെ അറിയാവുന്ന ഞാൻ പിന്നെ കാര്യമായിട്ട് അങ്ങനൊന്നും ഏറ്റുപിടിച്ചില്ല എന്നുള്ളതാണ് സത്യം. അല്ല, നല്ല പണിയാണോ നായകനാവാന്ന് പറയുന്നത്? അത്ര ഭയങ്കര പണിയൊന്നുമില്ല നായകനായി കഴിഞ്ഞാൽ. അല്ലാത്ത നമ്മളൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. ആ കഥയുടെ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെ തലയിലല്ലേ. അതുകൊണ്ട് അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് തീരെ ഒന്നും അല്ലാത്തൊരു പണിയൊന്നുമല്ല, നല്ല പണിയാണ്. ആ പടത്തിന് ശേഷം പിന്നെയും ഇതുപോലുള്ള റോൾസ് ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ സിനിമ ഇപ്പോഴും വരുമല്ലോ നായകനായിട്ടൊക്കെ സിനിമ. അത് ശരി, നമ്മൾ വേണ്ടെന്ന് വെച്ചതാ. നമ്മൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട്, വേണമെന്ന് വെക്കുന്നവർ വിളിക്കുന്നുമില്ല. ഇത് നമുക്ക് വന്ന് ചിലർ വന്നിട്ട് പറയും നായകനായിട്ട് ഒരു ഇതാലോചിക്കുന്നു. എല്ലാവർക്കും നിവിൻ പോളിയും ദുൽഖർ സൽമാനും വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവര് പിന്നെ കഥ പറയണമെന്ന് പറഞ്ഞ് ഇവർ ആഗ്രഹിച്ച് കുറെ നാൾ നടന്നിട്ട് പിന്നെ അവസാനം തീരുമാനിക്കും, എന്നാ പിന്നെ നമുക്ക് പിഷാരടിയോടൊന്നും
അപ്പം അങ്ങനെ വരുന്ന സിനിമകളൊക്കെ ഉള്ളു. അതൊക്കെ വെറുതെ നമുക്കറിയാം അവരുടെ പൈസ പോകും അത് ചെയ്താൽ, അതുകൊണ്ട് പോയി നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്താ പറഞ്ഞു മനസ്സിലാക്കും അവര്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അത് ആരെങ്കിലും വെച്ച് ഇറങ്ങും അവസാനം. അപ്പൊ സ്വയം മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും ആരും അങ്ങനെ രക്ഷപ്പെട്ട് പോയതൊന്നും എന്റെ അറിവിലില്ല. നമ്മൾ മലയാളികളെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സ്ലാങ്ങിലൂടെ ആളുടെ നാടേതാ വീടേതാന്നൊക്കെ ഏതാണ്ട് രൂപമൊക്കെ കിട്ടും. പക്ഷേ രമേഷ് പിഷാരടി എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, എവിടെ നിന്നാണ് ഏത് നാട്ടിൽ നിന്നാണ് വന്നതെന്നുള്ളത്. രമേഷ് ശരിക്കും എവിടുത്തുകാരനാ? എന്റെ അമ്മ പാലക്കാടുകാരി, അച്ഛൻ കണ്ണൂരുകാരൻ. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിൽ കാരിക്കോട്, ഇപ്പൊ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയില്. നല്ല ബന്ധമെല്ലാം തമ്മില് ഭൂമിയിലാന്ന് പറഞ്ഞാൽ മതി. അതെ, അതാണ് കുറച്ചുകൂടി എളുപ്പം. അതെ. ഇതിന്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ച പെൺകുട്ടി പൂനെയിൽ നിന്ന്. മലയാളമൊക്കെ നന്നായിട്ട് അറിയോ? മലയാളം എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല, പറയാനറിയാം. കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് നല്ല രസമായിട്ടാന്ന് എനിക്കറിയാം. പീലി എന്നാണ് ആദ്യത്തെ ആളുടെ പേര് എന്ന് അന്ന് നമ്മൾ പരിചയപ്പെട്ടപ്പോ എനിക്ക് പറഞ്ഞു. രണ്ടാമത്തെ ആളുടെ വീരൻ. ആരുടെ സെലക്ഷൻ? അത് എന്റെ സെലക്ഷൻ. ഞാൻ ആദ്യം മൗലി എന്നാണ് രണ്ടാമത്തവനെ പേരിടാൻ തീരുമാനിച്ചത്. മൗലി അല്ല, മൗലി എന്ന് പറഞ്ഞാൽ ടോപ്പ്, തല എന്നൊക്കെയാണ് അർത്ഥം. രമേഷ് ആയോണ്ട് മൗഗ്ലി എന്നും പേരിടും. മൗലിയിൽ മയിൽപീലി ചേർത്തി. പീലി മുകളിലാണല്ലോ, അപ്പൊ അതിന്റെ തൊട്ട് താഴെ മൗലിയിലാണ് മയിൽപീലി ഉള്ളത്. ഞാൻ ഇടാന്ന് പറഞ്ഞ എല്ലാം വന്നു കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ഭയങ്കര പിണക്കം, ഇത് ശരിയാവില്ല എന്താ വെച്ചപ്പോ പറഞ്ഞ അവര് പൂനെയിൽ മേടിച്ചുകൊണ്ടിരുന്ന പാക്കറ്റ് പാലിന്റെ പേര് മൗലി എന്നാണ്. അപ്പൊ കൊച്ചിനെ കാണുമ്പോ പാക്കറ്റ് പാൽ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി. പിന്നെ ഞാനപ്പോ പേരിടാൻ തീരുമാനിച്ചപ്പം ഈ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം ഈ പ്രൈമറി തലത്തിലൊക്കെ ഉണ്ണിക്കുട്ടൻ ഒരു ഉഗ്രം പേരാണെങ്കിലും കോളേജിൽ പോകുന്നതോടുകൂടി ഉണ്ണിക്കുട്ടന്റെ പിടി വിട്ടുപോകും. അത് ശരിയാട്ടോ. കുട്ടനൊക്കെ പേരിട്ടാല് ഇവൻ സ്കൂളിൽ ഇവനായിരിക്കും ടോപ്പ്. കാരണം പ്രൈമറി തലത്തിൽ ഉണ്ണിക്കുട്ടൻ എല്ലാത്തിനും ഉണ്ണിക്കുട്ടൻ ടോപ്പ് ആയിരിക്കുള്ളൂ. പക്ഷെ കോളേജ് ചെന്ന് കഴിയുമ്പോൾ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ലോക പരാജയമായിപ്പോ. അപ്പോ ഞാൻ വീരൻ എന്ന് പേരിട്ടു. ഒരു വീരസ്യം കിടക്കട്ടെ എന്ന് വെച്ചു. വീരൻ, പീലിയും വീരനും. അവന്റെ ശരിക്കും പേര് ഗിരിധർ എന്നാണ്. പൗർണമി. മൂത്താളിപ്പോ എത്ര വയസ്സായി? മൂത്താൾ LKG, ഇളയവൻ 1.5 വയസ്സ്. സാധാരണ ഇത്തിരി സ്റ്റാർ ആയിട്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളോ പാട്ട് പാടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ ചെല്ലുകയാണ് ഒക്കെ ആണെങ്കിൽ ഉടനെ തന്നെ പറയും ഒരു ഡാൻസ് ചെയ്യും, ഒരു പാട്ട് പാടുക പറയും. അതുപോലെ രമേഷിനെക്കാട് പറയും ഒരു തമാശ പറയുമോ? അത് പറയാറുണ്ട്. അത് എവിടെ ചെന്നാലും അതിന്റെ പേര് ഉദ്ഘാടനം എന്നാണെങ്കിലും വിശിഷ്ടാതിഥി എന്നാണെങ്കിലും മിമിക്രി എന്നാണെങ്കിലും മൺമാൻ ഷോ എന്നാണെങ്കിലും വടംവലി ഉദ്ഘാടനത്തിന് പോയിട്ട് റോഡിന് നടുക്ക് വെച്ച് മൈക്കിട്ട് തന്നിട്ട് മിമിക്രി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് അത് എപ്പോഴും പറയും. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മിമിക്രി. ചെയ്തല്ലേ പറ്റുള്ളൂ, നമ്മളവിടെ പോയതല്ലേ. അപ്പൊ ചെല്ലുമ്പോ എന്തെങ്കിലും ചെയ്യും. അപ്പൊ എന്തായാലും ഇവിടെ വന്നല്ലേ സ്പോട്ട് ലൈറ്റില്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യരുതോ? ചെയ്യാവുന്നതാണ്. ലാൽ ജോസിന്റെ ഒക്കെ നന്നായിട്ട് എടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്യാറുണ്ട്. നാട്ടെ കേക്കട്ടെ, കൊള്ളിലേക്ക് കൂട്ടാ ധൈര്യമായിട്ട് പോയിക്കോ. ലാൽ ജോസ് സാറിന്റെ ഏറ്റവും വ്യക്തവും സ്പുഷ്ടവുമായി പറഞ്ഞൊരു പരസ്യം ലാൽ ജോസ് സാറിനെ കൊണ്ട് പറയിക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം ലാൽ ജോസ് സാർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് കേൾപ്പിച്ചു തരാം. അത് ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കുവാനായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണത്. ഒരു ശരാശരി പുകവലിക്കാരന്റെ കരളിലടിഞ്ഞു കൂടുന്ന കറ പുറത്തെടുത്താൽ ഒരു പെഗുണ്ടാവും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. എനിക്ക് ഇത്ര പറയാനുള്ളൂ. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മിമിക്രി കാണിക്കുമ്പോ അവരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. മിക്കവരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ചെയ്യണം ഭയങ്കര പന്നയാന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. പന്ന അവരുടെ മുന്നിൽ പോയി കാണിക്കുമല്ലോ, നമുക്കൊരു ബുദ്ധി വേണ്ടേ? പന്ന മിമിക്രി കൊണ്ട് ആരും അവരുടെ മുന്നിലേക്ക് പോവോ? ഇതൊക്കെ ഞാൻ ലാൽ ജോസ് സാറിനെ ചെവി തന്നെ അവതരിപ്പിച്ചേപ്പിച്ചിട്ടുണ്ട്. നീ പുലിയാന്നൊക്കെ പറഞ്ഞിട്ട് പുലിയാന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ വായിച്ചെടുക്കണം. ഒരു ദിവസം പറഞ്ഞു നീയൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ എവിടെ ചെന്നും പ്രസംഗിക്കാൻ പറ്റണല്ലോ, പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ആൾക്കാർ ചിരിക്കുക എന്ന് പറഞ്ഞൊരു ദിവസം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആരുടെ മിമിക്രി എടുക്കണമെന്ന് സ്വയം തോന്നിയിട്ടുള്ളത്? അയ്യോ അങ്ങനെയൊന്നും തോന്നിട്ടില്ല. ഞാൻ മൊത്തത്തിൽ ഭയങ്കര ബെസ്റ്റാന്ന് വിചാരിച്ച് നടക്കുക. അതിനകത്ത് ദൈവമേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. ദുൽഖർ സൽമാന്റെ അടുത്ത് ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗ് പറയാം. തിലകൻ ചേട്ടനും ദുൽഖറും കൂടെ ഉള്ളത്. രണ്ടുപേരുടെയും പറയോ? ഇരിക്കട്ടെ, ചോദിച്ചതല്ലേ. ഞാൻ വീണ്ടും പറഞ്ഞു കൊള്ളിലേക്ക് കൂട്ടാ. കൂവലേ തന്നെ എനിക്ക് കിട്ടാത്ത പോലാണല്ലോ പേടിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് കൂവെന്ന് പറഞ്ഞാൽ 1500-2000 പേര് കൂവിയിട്ട് ഇവിടെ ഞാൻ ചഞ്ചലപ്പെട്ടിട്ടില്ല. പിന്നെയാണ് ഒരാൾ ഒറ്റയ്ക്ക് കൂവുന്നത്. ഫൈസി കുടിക്കുന്ന ഓരോ സുലൈമാനിയിലും മുഹബത്തുണ്ടാവണം. ഉപ്പ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയൂപ്പ. അതിനൊപ്പുപ്പാക്ക് പ്രേമമുണ്ടായിരുന്നു എന്ന് എന്നോടാരാ പറഞ്ഞേ? സുലൈമാനെ കുടിച്ചവനല്ലേ ഉപ്പ, അതിന്റെ രുചി അറിയോ? കലക്കില്ല. കൊല്ലരുത് തന്നെ. ഞാനങ്ങനെ ചെയ്യോ? ഞാൻ വീണ്ടും ചെയ്യണം. ഞാനൊരു ദുഷ്ടയാണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? പൊട്ടൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നാണല്ലോ. ചോദിക്കട്ടെ, ഈ സിനിമാക്കാരാണോ രാഷ്ട്രീയക്കാരാണോ എടുക്കാനായിട്ട് എളുപ്പം? ഞാൻ സിനിമാക്കാരെ കുറവേ ചെയ്യാറുള്ളൂ. കൂടുതലും ടിവിയിലൂടെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദങ്ങളാണ് എപ്പോഴും പറയാറ്. എങ്ങനെയാണ് എടുക്കണത്? അതെനിക്കറിയില്ല. നമുക്ക് ഇത് ചെറുപ്പം തൊട്ട് ഇത് തന്നെയാണല്ലോ പണി. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് ചില സാധനങ്ങൾ കിട്ടും. മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അറിയാവുന്നവന് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിനൊരു സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ ഉള്ളവന് ഇന്ത്യ എന്ന മഹാരാജ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ
അല്ലാതെ തീരെ അറിയാത്ത ആൾക്ക് പറ്റില്ല. താളബോധം ഇല്ലാത്തൊരുത്തനെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അതല്ലേ ഒന്ന് തോറ്റുപോണത്. അത് താളബോധം വേണം. പിന്നെ അതിനൊരു ചിലർക്ക് അതിനുള്ള ഒരു ശേഷി ഉണ്ടാവും ചിലർ ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഷാറൂഖ് ഖാനെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജിൽ വെച്ചിട്ട്. അവര് കേട്ട ഉടനെ പുള്ളി പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. അതിന് നമുക്ക് ഒരു ഉള്ളിൽ ചമ്മലില്ലെങ്കിൽ കുറച്ച് പറ്റും. അത് മോഹൻലാലല്ലേ പഠിപ്പിച്ചത്? ലാലേട്ടനെ മമ്മൂട്ടിനെ ഇരിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ പുള്ളിക്ക് കുറച്ച് അഭിനയിക്കുന്ന ആളായോണ്ട് പറ്റും. അല്ലാത്ത ഒരാളോട് ഓടിച്ചെന്ന് നമ്മളത് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഡയലോഗ് പറയാനേ പറ്റുള്ളൂ. പഠിക്കാൻ പറ്റത്തില്ല. എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? ശ്രമിക്കാം. പിന്നെ പഠിപ്പിച്ചേ നിക്ക് എന്താ പഠിക്കേണ്ടതെന്ന് പറയൂ. അനുകരണം. അതെ, അനുകരണത്തിൽ എന്താ പഠിക്കേണ്ടതെന്ന് പറയൂ. അനുകരണത്തില് അതിൽ സബ് കാറ്റഗറി ഒക്കെ ഉണ്ടോ? എന്താണ്, മൃഗങ്ങൾ വേണോ, മനുഷ്യർ വേണോ, മെഷീൻസ് വേണോ? മനുഷ്യനിൽ ആരെ പഠിക്കാനാണ് ആഗ്രഹം? രമേശ് പിഷാരടി. ശരി, ഞാൻ പറയുന്നത് പോലെ കേട്ടെന്ന് തിരിച്ചു പറഞ്ഞു തന്നാലേ. അയ്യോ, അങ്ങനെയൊന്നും പറ്റുമോ? അതല്ല, നമ്മൾ എന്തെങ്കിലും പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പാടുള്ള വിഷയങ്ങൾ പറയരുത്. എന്നൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതൊന്നും പഠിക്കാൻ പറ്റില്ല. എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് ആരാണ്? എന്നാ ശരി, കൊച്ചു പറയുമ്പോൾ സാറിന്റെ സൗണ്ട് പഠിപ്പിക്കുവോ? ഒന്ന് പറഞ്ഞേ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. ഒന്ന് പറഞ്ഞേ, ഇരുന്ന് ചിരിക്കാണ്ട് പറ. പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്ക് ചിരി വന്നിട്ടല്ലേ. അന്ന് പറഞ്ഞു നോക്ക്. ഇനി ഞാൻ പറയില്ല. നാക്ക് മേളിൽ കൊള്ളിച്ചു പിടിച്ചേ. നാക്ക് മേളിൽ കൊള്ളിച്ചു പിടിക്ക്. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായില്ല. നാക്ക് മേളിൽ ഇങ്ങനെ കൊള്ളിച്ചു പിടിച്ചേ. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. കാണിക്കാണ്ട് ഇന്ന് പോവില്ല കേട്ടോ, ഉള്ള കാര്യമാണ്. പറഞ്ഞോ. ഇങ്ങനെ നാക്ക് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക. എന്നാ പറ്റുന്ന പോലെ പറ, ഡയലോഗ് എങ്കിലും പറ. പ്രസിഡന്റ് പറഞ്ഞാലും കാര്യമുണ്ട്. ഇതിപ്പോ തത്ത വർത്താനം പറയുന്ന പോലെ ആയിപ്പോയല്ലോ ദൈവമേ. ആഫ്രിക്കൻ പാരറ്റ് എന്ന് പറഞ്ഞ ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിങ്ങനെ വർത്താനം പറയുന്നത്. ഞാനേ തോറ്റു തൊപ്പിട്ട് എന്നെ കൊണ്ട് പറ്റണ പരിപാടിയൊന്നും കേട്ടോ. ഇനി മേലെ ഇതൊക്കെ പഠിക്കണമെന്നും പറഞ്ഞോണ്ട് വരരുത്. സ്വയം റേറ്റ് ചെയ്യാ. രമേശ് പിഷാരടിയുടെ അഭിനയം 10-ൽ 6, മിമിക്രി 8, അവതാരകൻ 8, ഭർത്താവ് 6, അച്ഛൻ 6. അതെന്താ ഏറ്റവും ബെസ്റ്റ്? അപ്പൊ മിമിക്രിക്ക് അവതാരകനും. അതെന്താ, പ്രൊഫഷനോടാണോ അപ്പൊ കൂടുതൽ ഇഷ്ടം? പ്രൊഫഷണൽ ഇപ്പൊ കൂടുതൽ സമയം നമ്മൾ ചെലവാക്കുന്നത്. നമ്മുടെ ഒരു വർഷത്തിലെ കൂടുതൽ ദിവസങ്ങൾ ടോട്ടൽ ടൈം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, സ്റ്റേജ് പെർഫോമൻസ് ആണോ സിനിമയാണോ കൂടുതൽ താല്പര്യം? സ്റ്റേജ് ആണ്. കൂടുതൽ കാശ് കിട്ടുന്നത് സ്റ്റേജ് ആണ് ഇപ്പോ. കാരണം ഞാൻ ചെറിയ വീട്ടിലെ അമ്മാവനാണ്, വലിയ വീട്ടിൽ മരുമോനല്ലേ. സിനിമയുടെ അവിടെ ചെല്ലുമ്പോൾ ഞാനൊന്നും അല്ലല്ലോ. അവരോട് എനിക്ക് കാശ് ചോദിക്കാനൊന്നും പറ്റില്ല. അവർക്ക് എന്നെ കൊണ്ട് അതിൽ വലിയ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്ടിൽ ഞാൻ അമ്മാവനാ. അവിടെ നമ്മളാ സ്റ്റേജില് ഞാൻ മോഹൻലാലാ. പക്ഷെ സിനിമയിൽ മോഹൻലാലാണല്ലോ, ഞാനല്ലല്ലോ. ശരി, ജീവിതത്തില് ആദ്യമായി കിട്ടിയ പ്രതിഫലം? എനിക്കോ? കഴിഞ്ഞില്ല, ഉത്തരം പറയണ്ട. പ്രതിഫലം ഇപ്പൊ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മൈനസ് ചെയ്താ കിട്ടുന്ന തുക. ഇപ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് ആദ്യം കിട്ടിയത് മൈനസ് കിട്ടിയത് അത് കൂട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഉത്തരം കിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. അല്ല, 2 ചോദ്യത്തിൽ ഒരെണ്ണത്തിന്റെ ഉത്തരം പറയാം. അയ്യടാ, ഞാൻ ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ഇപ്പൊ കിട്ടുന്ന പ്രതിഫലം ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ ഇപ്പൊ കിട്ടുന്ന പ്രതിഫലം. ആദ്യം കിട്ടിയ പ്രതിഫലം ഇപ്പൊ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസക്കൂലിക്കല്ലോ നമ്മൾ. ചിലപ്പോ ഒരു മാസത്തെ ഷോയ്ക്കായിരിക്കും പോകുന്നത്. ആവറേജ് പറഞ്ഞാൽ മതി. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ടോട്ടൽ വരുമാനത്തിന്റെയോ? അതിന്റെ ആദ്യം കിട്ടിയ പ്രതിഫലം. അല്ല, ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥിരം ഇത് വേണ്ട, ഒരു കണക്ക് വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി പോലെ അല്ല ശമ്പളം കിട്ടണം. ഇപ്പൊ ഇന്ന് ഒരാൾ പറഞ്ഞു 1 ലക്ഷം രൂപ വിളിച്ചു വരുത്തിട്ട് പൈസ തരാണ്ട് പറഞ്ഞു വിട്ടു. ശരി, എന്നാ പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ റീഫ്രെയിം ചെയ്യാം. ഒരു അമേരിക്കൻ ഷോയ്ക്ക് രമേശ് പിഷാരടി വാങ്ങിക്കുന്ന കാശ് ആദ്യമായി കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന തുക. അവിടെയും പ്രശ്നമുണ്ട്. അവിടെ പ്രശ്നം വേണ്ട. ഉണ്ട്, കാരണം അമേരിക്കൻ ഷോയ്ക്ക് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ 5 ഷോ ആയിട്ട് പോകുന്നുണ്ട്, 10 ഷോ ആയിട്ട് പോകുന്നുണ്ട്, 12 ഷോ ആയിട്ട് പോകുന്നുണ്ട്. ഒക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. റീഫ്രെയിം ചെയ്യൂ. ഇനി അടുത്തൊരു അമേരിക്കൻ യാത്ര നടത്തുന്നു പറഞ്ഞല്ലോ, ആ യാത്രയ്ക്ക് വാങ്ങിക്കുന്ന കാശ് ആദ്യമായിട്ട് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന തുക. കൂട്ടുകാരാണ് തരുന്നത്, മേടിക്കാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അവരുടെ കൂട്ടത്തിൽ പോകുന്നത്. ചുരുക്കത്തിൽ പറയൂല അല്ലേ? അല്ല, വേണൊരു കാര്യം ചെയ്യാം. പറയൂല എന്നല്ല, എനിക്ക് വേണം നുണ പറയായിരുന്നു. അപ്പോഴും ഞാൻ നുണ പറഞ്ഞില്ല, സത്യമേവ ചെയ്തേ. അതാണ് അമരക്ബരന്തോണി തന്നെ, അതില് നല്ലവനായ ഉണ്ണി തന്നെ. അതൊക്കെ പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങും, അതുകൊണ്ടാ അത്രയും കുറവാ. ശരി, പിഷാരടി സിനിമ സെലക്ട് ചെയ്യുന്നത് പ്രതിഫലം നോക്കി അതോ ക്യാരക്ടർ നോക്കി? ക്യാരക്ടർ നോക്കി. സത്യം. പിഷാരടിക്ക് ചിരിപ്പിക്കാൻ കഴിയാത്ത നടൻ അല്ലെങ്കിൽ നടി? അതെങ്ങനെ ചിന്ത ചോദ്യം? അതാ, ഇവര് വീട്ടിലിരുന്ന് പരിപാടി കാണുമ്പോ ഒരു നടൻ ചിരിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റുമോ? നമ്മൾ
നമ്മള് സ്റ്റേജിലൊക്കെ ഒരു തമാശ പറയുവാണെങ്കിൽ നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടുകൂടെ, ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ. ചിലവരെ നമ്മൾ നോക്കും അയാൾ ചിരിക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. ആ ചിരിക്കാൻ പറ്റാത്ത നടനൊന്നും അല്ല, നമ്മുടെ ചാനലിലെ ക്യാമറമാരാണ്. അവർക്ക് ബേക്കറി ഇപ്പൊ നിൽക്കണവർക്ക് ലഡുവിന്റെ മധുരം അറിയില്ല എന്ന് പറഞ്ഞ പോലെ അവരിത് കണ്ട് നമ്മള് കോമഡി പറഞ്ഞിട്ട് ഇവരുടെ മുഖത്തോട്ട് നോക്കുമ്പോ ഒരു ഭാവമുണ്ട്, എന്നതാ ചിരിപ്പിക്കാൻ പറ്റാത്തത് അവരെയാണ്. ശരി, രമേഷ് പിഷാരടി അഡ്മയർ ചെയ്യുന്ന ഒരു ഹാസ്യതാരം ശ്രീനിവാസൻ. ഞാൻ കീഴടങ്ങും. അയ്യോ, പുള്ളിയുടെ തമാശയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളതും കാണാതെ പഠിക്കുന്നതും പഠന വിഷയമാക്കുന്നതും അദ്ദേഹത്തിന്റെ തമാശയാണ്. നോട്ട് പോയിന്റ്. ഇനി എങ്ങാൻ രമേഷ് പിഷാരടിയുടെ തമാശകളുടെ ശ്രീനിവാസൻ ചായ്വ് വന്നു കഴിഞ്ഞാൽ അത് കോപ്പിയടി ഒന്നും അല്ല കേട്ടോ, ഇൻസ്പിറേഷൻ മാത്രമാണ്. ഇന്നലെ രാത്രി ഇരുന്നിട്ടേ ഞാൻ വാട്സാപ്പില് എന്റെ ഗ്രൂപ്പിലെ ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, ആരാ നിന്റെ അടുത്ത ഗസ്റ്റ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു രമേഷ് പിഷാരടിയാ വരണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അതിലൊരു പെൺകുട്ടി ചോദിച്ചാണ്, ഓ മിമിക്രിക്കാരുടെ ഇടയിലെ സുന്ദരൻ. അത് എന്റെ ഗ്രൂപ്പിൽ എന്റെ ഭാര്യയൊന്നും ഇല്ലല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ശരിക്കും അങ്ങനെ ഒരു വിചാരമൊക്കെ ഉണ്ടാവും മിമിക്രിക്കാരുടെ ഇടയിലെ സുന്ദരൻ. വിചാരം ഞാൻ ചോദിക്കണല്ലോ, പക്ഷെ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ അതിന് മുന്നേ? മിമിക്രിക്കാരുടെ ഇടയിലെ സുന്ദരൻ എന്നല്ല, ഞാൻ എവിടെ ചെന്നാലും അതിപ്പോ ഹിന്ദിക്കാരുടെ പോയാലും ശരി, സിനിമക്കാരുടെ പോയാലും ശരി, ഈ വിശേഷണത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് അങ്ങനെയൊന്നും ആരും പറയാറൊന്നുമില്ല. നമ്മള് ഈ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ നടത്തുമ്പോ ഇപ്പൊ മിമിക്രി ആണെങ്കിലും ഗ്രൂപ്പ് ഒക്കെ ആയിട്ടല്ലേ, അപ്പൊ ഓരോരുത്തർ ഐഡന്റിഫൈ ചെയ്യണം ഇങ്ങനെ ആയിരിക്കും, ആ മെലിഞ്ഞ് നീണ്ട ആള് അതങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അല്ല, അപ്പൊ രമേഷിന് അങ്ങനെ കിട്ടിയിരിക്കണം എന്തായിരുന്നു വിശേഷണം? സുന്ദരൻ എന്ന് പറയായിരുന്നു. എന്നെ പഴയ പോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഈ അറിയാത്ത സമയത്ത് വെളുത്തിട്ട് പൊക്കോളൂ എന്നൊക്കെ പറയില്ലായിരുന്നു. എന്തായിരുന്നു ഈ മിമിക്രിയിലോട്ട് വരാണ്ടായിട്ടുള്ള? ഞാൻ ചെറുപ്പം തൊട്ട്, അതായത് എന്റെ പ്രായമാണ് കേരളത്തിലെ മിമിക്രിക്ക് ഏകദേശം. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് മലയാളം മീഡിയത്തിൽ പോയപ്പോൾ അവിടെ മിമിക്രി കോമ്പറ്റീഷൻ മാത്രം ആരുമില്ല. കാരണം എന്റെ നാട്ടിലൊക്കെ മിമിക്രി എന്താന്ന് അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ ആൾക്കാർ. നീ അടുത്ത് 90കളുടെ അവസാനം 2000ന്റെ മധ്യം. നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നോട്, നിങ്ങളെ കാണുമ്പോ എപ്പോഴും ചെറുപ്പമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഏതാണ്ട് അപ്പൂപ്പന്മാരോട് ചോദിക്കുന്ന പോലെ. നല്ല ചെറുപ്പമായിട്ടല്ലേ ചെറുപ്പമായിട്ടിരിക്കുന്നത്, 29 വയസ്സ്. ശരി, ഇനി ചളി നിർത്ത്, സത്യം പറ. സത്യം പറഞ്ഞ അപ്പൊ ഞാൻ അങ്ങനെ മിമിക്രിക്ക് പേര് കൊടുത്തു. എനിക്ക് ഫസ്റ്റ് കിട്ടി, 2ാമത്തെ വർഷവും ഫസ്റ്റ് കിട്ടി. അവിടെ തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ച എല്ലായിടത്തും മിമിക്രിക്ക് ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ അങ്ങ് മിമിക്രിക്കാരനായതാ. ഇതിൽ എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണെടുക്കാൻ പറ്റുമോ? രാജ്യങ്ങൾ പോയിട്ട് നമുക്ക് എണ്ണെടുക്കാൻ പറ്റും. അമേരിക്ക, ഇംഗ്ലണ്ട്, ഇറ്റലി, റോം, ശംഖംവിസയ്ക്ക് പോകുന്ന സ്ഥലങ്ങള്, ആഫ്രിക്ക, ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബഹ്റിൻ, ഖത്തർ, ദുബായ്, സൗദി അറേബ്യ, ആ പറഞ്ഞ രാജ്യങ്ങളെല്ലാം. ഫാർ ഈസ്റ്റ് പോയിട്ടുണ്ടോ? എന്ന് വെച്ചാല് ജപ്പാൻ, ആ ഭാഗമൊക്കെ. ജപ്പാനിലൊന്നും ഞാൻ പോയിട്ടില്ല. സൗത്ത് വെസ്റ്റ് പസഫിക്കോ? എന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, ഇതിന് സൗത്ത് വെസ്റ്റ് പസഫിക് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ടോ? ശരി, ഓസ്ട്രേലിയ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ പോയിട്ടുണ്ട്, ന്യൂസിലാൻഡ് പോയിട്ടുണ്ട്, അതെല്ലാം പോയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കനോ? നിങ്ങൾ രാജ്യത്തിന്റെ പേര് പറയട്ടോ. എനിക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ എന്നും പറഞ്ഞാല് നിങ്ങൾ പഠിച്ചത് ഇതാണ്, ജിയോഗ്രഫി ആയിരുന്ന 3rd ഗ്രൂപ്പ് ആയിരുന്നില്ലേ പ്രീ ഡിഗ്രിക്ക്? പിന്നെ ഞാൻ പഠിച്ചെന്നാ ഞാൻ പിന്നെ പറയാം. ശരി, അർജന്റീന, ബ്രസീൽ, ചിലി, പരാഗ്വേ, ഉറുഗ്വേ, അങ്ങനെ ആ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? സൗത്ത് അമേരിക്കൻ എന്ന് പറയുന്നത് അതാണ് ലാറ്റിൻ അമേരിക്ക. ഇല്ല, സെൻട്രൽ അമേരിക്ക ഒന്നും പോയിട്ടില്ല. വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ഐലൻഡ്സ് അതൊന്നും പോയിട്ടില്ല. ഇല്ല, മലയാളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇത്രയും രാജ്യമുണ്ടെന്ന് ഇപ്പോഴറിയാം. എന്നോട് എല്ലായിടത്തും പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആന്ന് പറയുന്നത് എന്താ വെച്ചാൽ എന്റെയൊക്കെ അറിവിൽ ഇത്രയും രാജ്യങ്ങളേ ഉള്ളൂ. കുറച്ച് സമാധാനമായി. നിനക്ക് ഞാൻ പോവാത്ത രാജ്യം കണ്ടുപിടിച്ചപ്പോ സമാധാനമായില്ലേ? ആ, എത്ര രാജ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ശരി, ഈ പോയാല് ഏറ്റവും മെമ്മറിയിൽ നിൽക്കുന്ന രാജ്യം ഏതാ? ഇന്തോനേഷ്യ. അവിടുത്തെ കറൻസിയുടെ പേര് രൂപ എന്ന് തന്നെയാണ്. അവരവിടെ നമുക്ക് 1 കോടി രൂപയൊക്കെ പേയ്മെന്റ് തരും. ഇവിടെ വന്ന് മാറുമ്പോ 10,000 രൂപ ഉണ്ടാവുള്ളൂ. എന്നാലും മേടിക്കുമ്പോ 1 കോടി എന്നൊക്കെ പറയാനുള്ളൊരു സുഖം അത് ഇന്തോനേഷ്യയിൽ മാത്രം. ഒരു കുള പിടിക്കുന്നു, ഉടനെ കടക്കാരനോട് ഹൗ മച്ച്? 3 lakhs, 3 ലക്ഷം രൂപ. അത് നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ, അത്ര ഇത് കൊടുക്കാന്ന് പറയുന്നത്. പിന്നെ മഴ വരുന്ന പോലെ ചേച്ചിമാരൊക്കെ പറയുന്നത്, നമ്മൾ മഴയത്ത് തുണിയെടുക്കാൻ ഓടുന്നവർ ഇപ്പൊ ഇന്ന് വൈകിട്ടൊരു ഭൂകമ്പം ഉണ്ടെന്ന് തോന്നുന്നു, മുള ഉണക്കാൻ വെക്കണ്ടെന്നൊക്കെ തീരുമാനിക്കും. അതുപോലെയൊക്കെയാണ്. ആ ഭൂകമ്പമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് മുട്ട പൊഴിഞ്ഞു തരും. പിന്നെ പോയ സ്ഥലത്തല്ലേ, കണ്ട കാര്യമല്ലേ പറയുന്നത്. ഈ കശ്മീർ ഭാഗത്ത് റോത്തൻ പാസ് എന്നൊക്കെ അവിടെ നോർത്തിലൊക്കെ പോയിട്ടുണ്ടോ? നോർത്തിൽ പോയിട്ടുണ്ട്. ഈ കാശ്മീരിലൊന്നും മിമിക്രിക്ക് പോയിട്ടില്ല. അവിടെ തീവ്രവാദികൾക്ക് തന്നെ പരിപാടി അവതരിപ്പിക്കാൻ സമയം കിട്ടണില്ല. അതിന്റെ കൂട്ടത്തിൽ ഇനി ഞാൻ പോയിട്ട് മിമിക്രിയും കൂടെ കാണിക്കാത്ത കുഴപ്പമുള്ളൂ. ഈ ഹിമാചൽ പ്രദേശില് അവിടെ ഇതുപോലെ തന്നെയാണ്. അവിടെ ഭയങ്കര തിളച്ച വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവര് അരി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടാവും, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടാവും. അത് ഭൂമിയിൽ ഓൾറെഡി ഇങ്ങനെ തിളച്ച് വരുന്ന വെള്ളം. തിളച്ച വെള്ളത്തിൽ നിന്ന് മുട്ട പുഴുങ്ങി തന്നെയായിരുന്നു ഞാൻ ഇന്തോനേഷ്യയുടെ കാര്യം പറഞ്ഞത്. അത് ഇന്ത്യയിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ. പക്ഷെ കാശ്മീരൊക്കെ ഞാൻ കാണുമ്പോ മഞ്ഞ, അവിടെ തിളച്ച വെള്ളം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിമാചൽ പ്രദേശിലുണ്ട്, ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യം കൂടെ പറയണമല്ലോ. പറഞ്ഞു. ഇത് എന്തിന്റെ ഈ ടാറ്റു ഇട്ടിരിക്കുന്നത്? അത് തൃശ്ശൂലം. എന്താ അതിന്റെ പിന്നിലെ കഥ? പല കഥാപാത്രത്തിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്തല്ലോ? ഒരു കഥാപാത്രത്തിനും വേണ്ടിയില്ല. അറിവില്ലാത്ത കാലത്ത് ശബരിമലയ്ക്ക് പോയപ്പോ കുത്തിയതാ. അവിടെ പോയപ്പോ ഇങ്ങനെ ഒരാള് വഴിയരികിലിരുന്ന് പച്ച കുത്തുന്നുണ്ട്.
അങ്ങനെ പച്ച കുത്ത് നടപ്പ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്രീകുട്ടനും കൂടെ ആദ്യം കുത്താൻ തീരുമാനിച്ചു. അവൻ തേളിനെ കുത്തി. അവന്റെ കുത്തു തുടങ്ങി പാവം കടന്ന് നിലവിളിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നി. ഞാൻ പതുക്കെ വേണ്ടാന്ന് വെച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, നീയൊക്കെ ഒരു ഫ്രണ്ടാണോടാ എന്നൊക്കെ ചോദിച്ചു എന്നെ മൂപ്പിച്ച് എന്നെയും കുത്തി തുടങ്ങി. ഇത് പകുതിക്ക് നിർത്തിയാൽ അവിടെ ഇല്ലാണ്ട് ഇവിടെ ഇല്ലാണ്ടായി പോകുമല്ലോ. അങ്ങനെ ഫുൾ പച്ച കുത്തി ചോരയൊക്കെ ഒലിച്ച് 2 ദിവസം കഴിഞ്ഞ് മുറിവൊക്കെ ഉണങ്ങിയപ്പോൾ അത് തൃശ്ശൂലമാണ് കുത്തി വെച്ചിരിക്കുന്നത് പുള്ളി. അങ്ങനെ വന്നാൽ ഇപ്പൊ ഇത് കളയണമെങ്കിൽ 10-30,000 രൂപയുടെ ലേസർ ഓപ്പറേഷൻ ചെയ്യണം. കളയാൻ ഒന്ന് നോക്കി. അപ്പൊ ഇത്രയും രൂപ വന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിലും പേര് അവിടെ കൂടെ മേക്കപ്പ് ചെയ്ത് കളയുന്നതാണല്ലോ. ആദ്യമൊക്കെ ആൾക്കാർ എന്താണ് പച്ച കുത്തിയാൽ നിങ്ങൾക്ക് അമേരിക്ക പോകാൻ പറ്റില്ല, ദുബായി പോകാൻ പറ്റില്ല, പച്ച കുത്തി എയ്ഡ്സ് വരുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോടാ അവിടെ നിന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞ്. അങ്ങനെയൊന്നും വരില്ലേ. ചുരുക്കത്തിൽ ഇങ്ങനെ പച്ച കുത്തിയോണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും വേണമെന്ന രീതിയിൽ സ്റ്റീൽ ബോഡി കാണിച്ച് അഭിനയിക്കാൻ പറ്റില്ല എന്ന് മാത്രം. സ്റ്റീൽ ബോഡി കാണിച്ച് പറ്റായിക്കല് ഇത് മേക്കപ്പ് ചെയ്ത് കളയുന്ന ആവശ്യം വരുമ്പോ. ഈ ആടുപുലിയാട്ടത്തിന് വേണ്ടിട്ട് മേക്കപ്പ് ചെയ്ത് കളയുക ചെയ്ത്. ആടുപുലിയാട്ടത്തിൽ ഞാൻ ഷർട്ട് അയച്ചിട്ടില്ലേ. ആടുപുലിയാട്ടത്തിൽ ഇത് കാണിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞ. അതില് ഓംപുരി ഇല്ലേ? ഓംപുരി ഉണ്ട്. അപ്പൊ ഓംപുരിയുടെ എന്ത് ഭാഷ സംസാരിക്കും? ഓംപുരിയുടെ ഹിന്ദി സംസാരിക്കും. സത്യം? ഹിന്ദി അറിയാം? നന്നായിട്ട് ഹിന്ദി അറിയാം. വേറെ ഏതൊക്കെ ഭാഷ അറിയാം? ഹിന്ദി നന്നായിട്ട് അറിയാം, പിടിച്ചു വെക്കാനുള്ള തമിഴ് അറിയാം, അത്യാവശ്യം രക്ഷപ്പെടാനുള്ള ഇംഗ്ലീഷ് അറിയാം, ബാക്കി മലയാളം അറിയാം. തെലുങ്കും കന്നഡയൊക്കെ അറിയോ? കന്നഡ അറിയില്ല. ഇപ്പൊ തെലുങ്കിലും കന്നഡയിലൊക്കെ ഓഫർ വന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇക്കണ്ട നടിമാർ മുഴുവൻ വന്ന് മലയാളത്തിൽ അഭിനയിച്ചിട്ട് വേണം. എനിക്ക് ഓഫർ വന്നാൽ ഞാനത് പഠിച്ചു പറയും. ഈ സിനിമയില് ആടുപുലിയാട്ടത്തില് ഏറ്റവും റാപ്പോ തോന്നിയ നടനാര? ജയറാമാണോ? കാരണം ജയറാമിന്റെ ഇതിനു മുന്നേ ജയറാമിന്റെ കൂടെ ഞാൻ ജയറാമന്റെ അടുത്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമേട്ടനോടൊപ്പം 10-30 സ്റ്റേജ് ചെയ്തിട്ടുണ്ട്, TV ഷോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയറാമേട്ടനുമായിട്ട് നല്ല സിങ്ക് ആണ്. സിനിമയിലോട്ട് ചാൻസ് വരുന്നത് കൂടുതലും ഓരോരുത്തർ റെക്കമെൻഡ് ചെയ്തിട്ടാണോ? ആയിരിക്കാം. നമ്മൾ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് പിന്നീട് അധികം അന്വേഷിക്കാത്തതുകൊണ്ട് നമുക്ക് അതറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. കാരണം നമ്മളിവിടെ ഉണ്ടെന്നും ഒക്കെ ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പൊ ചില സമയത്ത് ചിലരങ്ങ് പറയും എന്നാ നമുക്ക് അതിന് ഇന്നയാളെ വെച്ചാലോ എന്നൊരാളുടെ നാവിന്റെ തുമ്പത്താണ് അത് വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടെഴുതുമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു കഥാപാത്രം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ എപ്പോഴും? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നായകനായിട്ട് വന്നപ്പോ തൊട്ട് അല്ലാതെ ഇല്ലാതെ ഒരുപാട് വേഷങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. രമേശ് വേണ്ടാന്ന് വെച്ചൊരു കഥാപാത്രം വേറെ ആരെങ്കിലും നന്നായിട്ട് ചെയ്തിട്ട് അയ്യോടാ ചെയ്യായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ചെയ്യായിരുന്നു തോന്നിയിട്ടില്ല ഇന്നേരെ. ഇല്ല. നന്നായി ചെയ്യാതിരുന്നത് തോന്നിയിട്ടില്ല. നന്നായി ചെയ്യാതിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്, ചെയ്യായിരുന്നു എന്നും തോന്നിയിട്ടില്ല. ഏത് സിനിമ അങ്ങനെ വേണ്ട തോന്നി? നിങ്ങക്കേ ഇതിപ്പോ ഈ സ്പോട്ട്ലൈറ്റ് എന്നുള്ള പേരാണോ അതോ ഈ ന്യൂസിലൊക്കെ പോയിരിക്കേണ്ടതാണോ? നിങ്ങൾക്ക് എന്റെ വായിന്ന് വല്ലതും ചാടിച്ചിട്ട് ഞാൻ വെറുതെ സൗഹൃദ സംഭാഷണം നടത്തുന്നത്. ഇത് സൗഹൃദമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത്രയും സത്യങ്ങൾ നമ്മൾ ഒരിക്കലും വിളിച്ചു പറയാൻ പാടില്ല. ചുരുക്കത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ഒന്നും പറയൂലെന്ന്. നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചോദിക്കാം. എന്നെ കൊണ്ട് മറ്റുള്ളവന്റെ കുറ്റം പറയിക്കാൻ വേണ്ടിട്ടല്ലേ. ഞാനൊരു സിനിമയുടെ പേര് ചോദിച്ചാണ് അത്ര വലിയ കഷ്ടം. പിന്നെ ആ സിനിമയുടെ പിന്നെ പ്രവർത്തിച്ചവർക്കെല്ലാം ഒന്നാമത് ഇപ്പൊ തന്നെ അതിൽ പ്രവർത്തിച്ചവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരിപ്പോ വീട്ടിൽ പറയോ അതിന്റെ ഇടയിൽ ഞാൻ പറയും കൂടെ ചെയ്താൽ എങ്ങനെയാ? സാധാരണ ഇന്റർവ്യൂസിൽ അവതാരക ചോദ്യം ചോദിക്കുക, ആരാണോ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അയാൾ ഉത്തരം പറയാ, അങ്ങനെയല്ലേ? പക്ഷെ സ്പോട്ട്ലൈറ്റിൽ കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ല ചോദ്യം ചോദിക്കുക, ഞാൻ ഇങ്ങനെ ഈ പബ്ലിക്കിനെ കൊണ്ടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കും. അങ്ങനെ കണ്ണൂരിലുള്ള കുറച്ച് പേര് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രമേശ് വരണു എന്ന് പറഞ്ഞപ്പോ കേട്ടാലോ? ആയിക്കോട്ടെ, കേൾക്കാം. എന്റെ പേര് സുധീർ. താങ്കളുടെ ഒപ്പം എപ്പോഴും ധർമ്മജനെ കാണാറുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു സൗഹൃദം നിങ്ങൾ ആരംഭിച്ചത്? ധർമ്മജനെ എവിടെ നിന്നാണ് ആദ്യം കണ്ടത്? രമേശ് ചേട്ടാ, എന്റെ പേര് അരുൺ. ഈ അടുത്ത് വന്ന അമറക് ബ്രാൻഡണിയിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കള്ളൻ, ഡ്രസ്സിംഗ് ആണെങ്കിലും ഷെർവാണി എടുത്തിട്ടുള്ള ഒരു കള്ളൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. എവിടെ നിന്നാണ് ഈ ഒരു ആശയം കിട്ടിയത്? സ്വന്തം മനസ്സിൽ വന്നതാണോ അതോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണോ? ഹായ്, എൻ്റെ പേര് നിഷ. ഞാൻ കോഴിക്കോട് ആർട്സ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. രമേശ് പിഷാരടിയുടെ ഷോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. ഈ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ ഇംപ്രൊവൈസേഷൻ എത്രമാത്രം ചെയ്യാറുണ്ട്? 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ധർമ്മജൻ എവിടെ നിന്ന് കണ്ടു, എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ? ടെലിവിഷൻ ചേംബർ എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ധർമ്മജൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ധർമ്മജൻ സീരിയൽ എഴുത്തുകാരനാണ്. അവൻ എഴുതുമായിരുന്നു. അവൻ 8 സുന്ദരികളും ഞാൻ എഴുതിയ തോമസ് തോപ്പിൽക്കുട്ടിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. നല്ല കയ്യക്ഷരമാണ്, ഉരുട്ടി എഴുതും പറഞ്ഞു കൊടുത്താൽ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ എഴുതി കേട്ടോ. ഒരു ഫുൾ സീരിയലൊക്കെ എഴുതി അങ്ങനെ കണ്ടു. അപ്പോൾ 2005 ചാനൽ തുടങ്ങിയപ്പോൾ ഞാനും രഞ്ജിത്ത് ഞങ്ങമരാടും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയിൽ ഒരു ദിവസം രഞ്ജിത്തിന് വരാൻ പറ്റാതായപ്പോൾ ഞാൻ ധർമ്മജനെ വിളിച്ചോണ്ട് ഒരു കാണാതെ പോയ കുട്ടിയായിട്ട് വെറുതെ മേശപ്പുറത്ത് വെച്ചു. ഈ കുട്ടി ആരുടെയാണ്, ഇവിടെ വല്ല ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചൊരു എപ്പിസോഡ്. അപ്പോൾ ഇവൻ കുട്ടിയായിട്ട് ഒരു ഡയലോഗും ഇല്ല. അത് ലൈവാണ്. ലൈവ് ചെയ്യാൻ കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡൊക്കെ അറിയണം. അപ്പോൾ ഇവൻ ഇരുന്ന് കുട്ടിയായിട്ടിരുന്ന് ചെയ്ത എപ്പിസോഡ് കണ്ടപ്പോൾ ഒരുപാട് പേര് ആ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് അവൻ ആ എപ്പിസോഡുകളിൽ വന്ന് നോക്കിയപ്പോൾ അവനും നന്നാവുന്നുണ്ട്, ഞാനും നന്നാവുന്നുണ്ട്, നമ്മുടെ കോമ്പിനേഷൻ നല്ലതാണെന്ന് ആൾക്കാർ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും നമ്മൾ പരസ്പരം ഭാര്യയാവൂല എത്ര വളർന്നാലും എന്നുള്ളത്. അതാണ് ഈ സൗഹൃദത്തിന് അടിസ്ഥാനം തന്നെ. PT ഉഷ ഓടുന്നതിന് യേശുദാസ് അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ.
അങ്ങനെ ഒന്നുമില്ല, ഒരു ബന്ധമില്ല. ഞാൻ ചെയ്യാവുന്ന ഒന്നും അവൻ എടുക്കാൻ പോകുന്നില്ല, അവൻ ചെയ്യാവുന്ന ഒന്നും ഞാനും എടുക്കാൻ പോകുന്നില്ല. എന്നാൽ ഒന്നിച്ച് നിന്നപ്പോൾ നല്ല ഗുണം. ഒരു തവണ പോലും വഴക്കിടാതെയാണ് ഇത്രയും നാള് 10 വർഷത്തിന് മേളായിട്ട് സൗഹൃദം ഉള്ളത്. അങ്ങനെയാണ് ഒറ്റ തവണ പോലും? ഇല്ല 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 ഇല്ല. ദേഷ്യം പോലും വന്നിട്ടില്ല? ദേഷ്യമൊക്കെ വരും, അതൊന്നും വഴക്കിട്ട് പിരിയൊന്നുമില്ല. വർത്താനം പറഞ്ഞ അപ്പൊ തന്നെ തീരും. ശരി, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന അരുണാണ്. ആ ഒരു കള്ളൻ ക്യാരക്ടർ, നല്ലവനായ ഉണ്ണി, അതിന്റെ ഡ്രസ്സിംഗും ഒക്കെ ഡ്രസ്സിംഗ് ഒക്കെ അത് എഴുതിയത് ബിബിൻ കാക്കനാടും വിഷ്ണു എന്ന് പറയുന്നവരാണ്. അവരാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയതും പറഞ്ഞതുമല്ല. കയ്യിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സീനിൽ അതിലും അവരും നമ്മളൊക്കെ അതുപോലെ സൗഹൃദമായതുകൊണ്ട് നമ്മളതൊക്കെ എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് നാദൃഷൊക്കെയാണെങ്കിലും ബിബിനാണെങ്കിലും എല്ലാവരും സുഹൃത്തുക്കളല്ലേ, അപ്പൊ നമുക്കൊന്നും പറയാനും ചെയ്യാനൊന്നും ഒരു പേടിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്തതാണ് അത്ര ആയത്. അതിനോട് ഒപ്പിച്ചിട്ടാണ് നിഷ ചോദിച്ചിരിക്കുന്നത്. ഓരോ ക്യാരക്ടർ കിട്ടുമ്പോഴും അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്കൊക്കെ എങ്ങനെ ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ടോ? ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ആവശ്യമുള്ളിടത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ വെറുതെ ചെയ്താൽ വൃത്തികേടാവും. ഇംപ്രവൈസേഷനുള്ള ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാളോട് ഡോക്ടർ പറയാണ് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ കേട്ടോ, ഒരാഴ്ചക്കകം തീരും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആഘാതമില്ല. പെട്ടെന്ന് ആക്സിഡന്റ് ആയാൽ അയ്യോടാ കഷ്ടം എന്ന് പറയുന്ന പോലെയാണ് ഇംപ്രവൈസ് ചെയ്ത് വരുന്ന വിറ്റ്. അതിനൊരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പ്രഡിക്ഷനോ ഇല്ല. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചിരിച്ചു. ഇത് നമ്മൾ പഠിച്ചു പറഞ്ഞാൽ അത്രയും പെർഫെക്ഷനോ അത്രയും ടൈമിങ്ങോ വരില്ല. അതാണ് ഇംപ്രവൈസേഷൻ്റെ ഒരു ഗുണം. എത്ര ഉദ്ഘാടനങ്ങൾക്ക് ഇതുവരെ പോയിട്ടുണ്ട്? അതൊന്നും എണ്ണാൻ പറ്റില്ല, കുറെ എണ്ണം ഉണ്ട്. സ്റ്റേജ് ഷോസ് ആണോ ഉദ്ഘാടനമാണോ സിനിമയാണോ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്? സ്റ്റേജ് ഷോസ്. സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം ഒരു 200 എണ്ണം കണക്കാക്കുക. 365 ദിവസത്തിൽ 200 സ്റ്റേജ് ഷോയോ? 365 ദിവസം ഞാൻ കുറച്ചല്ലേ ഒരു വർഷത്തിൽ നിന്ന്. ശരിയാണല്ലോ. 200 എണ്ണം അങ്ങനെ 15 വർഷം കൂട്ട്. അപ്പൊ എത്ര എണ്ണായി? 200 × 10 ആയപ്പോ തന്നെ 2000 ആയാലും ഒരു 3000 സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ടുണ്ടാവൂലേ. എത്ര ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും? ഉദ്ഘാടനം ഒരു 400 എണ്ണം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സിനിമ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിനിമ 3000 എണ്ണൊക്കെ ചെയ്യണമെങ്കിൽ മനുഷ്യന് 500 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. 3000 സിനിമയൊക്കെ ഡെയിലി ഇത് ഓരോന്ന് തീരുമല്ലോ. സിനിമ ഒരു മാസം വേണ്ട ഒരെണ്ണം തീരാൻ. എന്റെ തെറ്റ്, ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. നന്നായി. അല്ല ചോദിക്കട്ടെ, ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോയിട്ട് ആളെ അറിയാണ്ടിരിക്കോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അതുണ്ട്. എന്നെ ഒരു കോളേജിന്റെ ഫംഗ്ഷന് വിളിച്ചു ഒരു ദിവസം. കോളേജിന്റെ ഫംഗ്ഷന് വിളിച്ചിട്ട് പറഞ്ഞു ഷാർപ്പ് 10 മണിക്ക് ഏട്ടൻ എത്തണമെന്ന് പറഞ്ഞു. ഷാർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണു മുറിയും, അത്രയും ഷാർപ്പാ പിള്ളേർ പറഞ്ഞത്. അപ്പൊ ഞാൻ നേരെ കോളേജിട്ട് പോയി പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ട് പിള്ളേർ എന്നെ ഇരുത്തി. കുറച്ചു നേരം പ്രിൻസിപ്പൽ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് എന്നോട് പ്രിൻസിപ്പൽ ചോദിക്കുക. ഞാൻ പറഞ്ഞു ഞാനിവിടുത്തെ പിള്ളേർ വിളിച്ചിട്ട് വന്നതാ. അപ്പൊ ഞാനും എനിക്കൊന്ന് ജോസ് കെ മാണി എന്ന് പറഞ്ഞ ആളും അദ്ദേഹം ഫംഗ്ഷൻ ഉണ്ട്. ജോസ് കെ മണിയാണോ? ഞാൻ പറഞ്ഞു അല്ല, രമേഷ് പിഷാരടി. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഞാൻ TV കോമഡി പരിപാടി ചെയ്യുന്ന ആളാ. അത് പറ, ഞാൻ ഈ വക വളിപ്പൊന്നും കാണാറില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാതെ പോയ സോറിന്ന്. എന്തിനാ പോയെന്ന്. എന്നിട്ടെന്താ ആ ടീച്ചറിന് അറിയാൻ പാടില്ല. എത്രയോ സ്ഥലത്ത് ഒരു ഡോക്ടർമാരുടെ ഒരു ഫംഗ്ഷന് പോയിട്ട് സ്റ്റേജിന്റെ ബാക്കി വെക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്റെ മുഖത്തേക്ക് ഉണ്ട് ഇയാൾ മറ്റേ. ഞാൻ പറഞ്ഞു അതെ. 15 മിനിറ്റ് വർത്താനം പറഞ്ഞു 16-ാം തീയതി എന്നോട് ചോദിക്കും ഇവിടെ ഇത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അറിയാത്ത ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും. എംബാരസിംഗ് ഒന്നുമല്ല, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അബദ്ധം പറ്റിയ ഭയങ്കര ചിരിയായിരിക്കുള്ളൂ. എന്റെ ഗതികേട് ഓർത്തിട്ടേ ഒരിക്കൽ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് ഒരു ഹൗസ് ബോട്ടിൽ അവരുടെ 10 ഫാമിലി യാത്ര പോകുന്നുണ്ട്, മിമിക്രിക്ക് വരണം, സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് ഞാൻ 10 മണിക്ക് 9:45 പുള്ളി എന്നെ ചാടിച്ചു കൊണ്ടിട്ട് ഡ്രൈവറിന്റെ കൂട്ടത്തിൽ ഒരു മൂലയ്ക്ക് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി, അപ്പോഴാണ് സർപ്രൈസ്. ഊണിന്റെ സമയത്ത് ബ്രേക്കിനാണ് നിങ്ങളുടെ മിമിക്രി. കായലിലോട്ട് വണ്ടി എടുത്ത് പോയി. കുറെ നേരം കഴിഞ്ഞ് ഊണിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടൊന്നും എന്നെ വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ പതുക്കെ ഡ്രൈവറിന്റെ അടുത്ത് നടന്ന് ആ ബോട്ടിന്റെ പുറകിലോട്ട് വന്നിട്ട് അത്യാവശ്യം മാന്യം തോന്നുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇന്ന ആളെവിടെ, ഞാൻ പുള്ളി വിളിച്ചിട്ട് വന്നതാണ് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ കൊണ്ടിട്ട് കാണിച്ചു. അപ്പൊ എന്നെ വിളിച്ച ആൾ അടിച്ചു പൂസായിട്ട് ഒരു മൂലയ്ക്ക് കിടക്കുക. പുള്ളിക്ക് ബോധമില്ല. അപ്പൊ ഞാൻ ഈ കൊണ്ടുപോയാളോട് പറഞ്ഞു ചേട്ടാ ഞാൻ മിമിക്രിക്ക് വന്നതാണ്, ഇയാൾ വിളിച്ചിട്ട് വന്നതാണ്. ഉടനെ ഇയാൾ എന്റെ കൈയും പിടിച്ചിട്ട് ബാക്കിലോട്ട് ഹലോ എക്സ്ക്യൂസ് മേ, ഇതാ ഇവിടെ ഒരു മിമിക്രിക്കാരൻ വന്നിട്ടുണ്ട്, മിമിക്രി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തുടങ്ങാൻ പറ്റില്ല, മൈക്ക് വേണമെന്ന് പറഞ്ഞു. ഉടനെ ബിസിലേറ്റിയുടെ കുപ്പി എടുത്ത് തന്നു, മിനറൽ വാട്ടറിന് കുപ്പി വന്നിട്ട് ഇതാ മൈക്ക്, മിമിക്രി തുടങ്ങിക്കോളെ. ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കായിരുന്നു. എന്റെ ചുറ്റും പിള്ളേർ ഓടിക്കളക്കുന്നു, ചേച്ചിമാരവിടെ വർത്താനം പറയുന്നത്, ചേട്ടന്മാരൊക്കെ പൂസ്. ഇതിനിടെ മിമിക്രി കാണിക്കാം. കായലിലാണ് ബോട്ടിന്റെ ശബ്ദം, കടക്കാക്കയുടെ ശബ്ദം, കാരണം ഒന്നും വരുന്നുമില്ല. ഒരു 2 മിനിറ്റ് ആയപ്പോ തന്നെ ഒരു ചേച്ചി എണീറ്റ് ഓ ഇറ്റ്സ് സോ ബോറിംഗ് കേട്ടോ, വേണ്ട കേട്ടോ, പോയിരുന്നോളാൻ പറഞ്ഞു. കായലല്ലേ, നമുക്ക് ഓടാൻ പറ്റുമോ ചാടാൻ പറ്റുമോ? ഞാൻ ആ ഡ്രൈവറിന്റെ കൂട്ടത്തിൽ ചെന്ന് ഇരുന്നിരുന്ന് ഈ ബോട്ട് കൈനഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അടുപ്പിച്ചപ്പോൾ ഞാൻ ആ തോട്ടത്തിൽ കൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്റെ ബസ് കയറി വീട്ടിൽ വന്ന്. അതിനുശേഷം ഇന്നുവരെ അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളെ ബോട്ടിലുണ്ടായിരുന്നോ എവിടെ പോയെന്ന് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. കുറെ കഥകളിലൂടെയാണ് അവസാനം ഇന്ന് കാണുന്ന പിഷാരടി ആവണേന്ന്. എല്ലാവർക്കും ഇല്ല കഥകൾ. അത് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനോട് ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു. ഉടനെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ 3.5 കോടി കഥകളുണ്ടെന്ന്. അത് ഉഗ്രം സ്റ്റേറ്റ്മെന്റ് ആണ്. അയാൾ പറഞ്ഞത് വളരെ വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത്. അതുപോലെയല്ലേ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പിന്നെ കോളേജിൽ മൊത്തം നമ്മൾ താരമായിരിക്കും. അങ്ങനെ കോളേജിൽ ഒരു താരമായിരുന്നോ പഠിക്കുന്ന കാലത്ത്? അത്യാവശ്യത്തിനായിരുന്നു. താരങ്ങളാണെങ്കിൽ അതേപോലെ തന്നെ ആരാധികന്മാരൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? സത്യം പറ. ലവ് ലെറ്റർ
ലെറ്റേഴ്സ് കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. പേര് ചോദിക്കരുത്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനെ മേടിച്ചിട്ട് അവിടെ തന്നെ റോട്ടിലിട്ടിട്ട് പോക്കളഞ്ഞ് അതാരും കാണുന്നതിന് മുമ്പ് ഞാൻ തന്നെ എടുത്തുകൊണ്ട് ഓടി. ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഒറ്റ പ്രാവശ്യം അതിനെ കണ്ണടച്ച് പറയണ, കണ്ണ് തുറന്നു പറയണ, തുറന്നു പറയാം, ഒറ്റ പ്രാവശ്യം. ഞാൻ ഒന്നും കൂടുതൽ ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല. തകർന്നു പോയോ? അത് തന്നെ ആത്മാർത്ഥമായ പ്രേമമോ അതൊന്നും കൊണ്ടല്ല. എനിക്ക് ലവ് ലെറ്റർ കൊടുപ്പ് എന്ന് പറഞ്ഞ പരിപാടി എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കണം. അതിനകത്തൊക്കെ ആ ലെറ്ററൊക്കെ വായിച്ചാലേ വളരെ ഡിപ്ലോമാറ്റിക്കാ. അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നീ ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇട്ടുള്ള കത്തില്ലേ, അതെങ്ങനെ വേണേലും അതിന്റെ അർത്ഥം മാറ്റി മറിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു കത്ത് എഴുതി ഞാൻ കൊണ്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് സുഹൃത്തുക്കളൊക്കെ പിന്തുണച്ച് റോട്ടിൽ കൂടെ അവര് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ കണ്ടിട്ടുണ്ടോ കുട്ടീനെ? പിന്നെ അത് ഫസ്റ്റ് ഇയർ ആദ്യത്തെ ദിവസം കണ്ട് എന്നെ കൊടുത്തു. പിന്നെ 3 വർഷം ഞാൻ പെട്ട പാടെ എനിക്കല്ലേ അറിയാം. ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അന്ന് ആ കുട്ടി ലവ് ലെറ്റർ സ്വീകരിക്കാതിരുന്നത് വലിയൊരു നഷ്ടമായിരിക്കും അല്ലെ കുട്ടിയുടെ? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ കുട്ടി ഇപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും. അവൾക്ക് നഷ്ടമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലൊക്കെ നടക്കുമ്പോൾ വലിയ ആള് കളിച്ചു തരുന്ന കുറെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കുറെ ചേട്ടന്മാരെയൊക്കെ കെട്ടി നമ്മൾ വലിയ അമ്പലത്തിലൊക്കെ പോകുമ്പോ എടാ നീ ഇവിടെ ഉണ്ടോ, ഇതെന്റെ മൂത്തവൻ 9ാം ക്ലാസ്സിലായി, ഇവൻ ഇളയവൻ 6ാം ക്ലാസ്സിലായി എന്നൊക്കെ പറഞ്ഞൊരു പ്രായം അയാളെ കാണിച്ചു തന്നിട്ട് ഇതാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് ഈ ഉള്ളിൽ ഇങ്ങനെ ദുഷ്ടതരം വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ദുഷ്ടതരല്ല, അവർ വളരെ ഹാപ്പിയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അന്ന് കാലത്ത് ഇവരുടെയൊക്കെ ഒരു പവർ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കാര്യമാണ്. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്, മിക്കവാറൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കോളേജിന്റെ ഒരു അലുമിനി വെച്ചു, പഴയ പിള്ളേരെല്ലാം കൂടെ വന്നു. അപ്പൊ ഈ പഴയ പിള്ളേർ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇത്തിരി ടിവിയിലും ഒക്കെ വന്ന് ഇത്തിരി പോപ്പുലർ ആണല്ലോ, ഇത്രയും പോപ്പുലറായ എന്നെ അറിയില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോൾ എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു സുമേഷ് ഉണ്ട്. ഇവൻ ഓടി എന്റെ അടുത്തേക്ക് വന്നു. ഒരു 5-6 പേര് കേട്ടോണ്ട് വെക്കുമ്പോ ഇവൻ പറയാ, ഓടാ രമേശേ എത്ര നാളായടാ നിന്നെ ഞാൻ കണ്ടിട്ട്, മറ്റേ ബിബിൻ ഉസ്ബാക്കിസ്ഥാനിൽ എഞ്ചിനീയർ ആന്ന് പറയുന്നത് കേട്ടു, ജിനോ മിലിറ്ററിയിലാന്ന് പറയുന്നത് കേട്ടു, മറ്റവൻ ആഫ്രിക്കയിലാന്ന് പറയുന്നത് കേട്ടു, നിന്നെ പറ്റി മാത്രം ഒരു വിവരവും ഇല്ല, നീ എവിടാ, നിന്റെ എനിക്കങ്ങ് നാണം കെട്ടട്ടെ, ഇവൻ ഏത് ലോകത്തുനിന്നാ വന്നെന്ന് എനിക്ക് മനസ്സിലായി, നിന്നെ ഒരറിവൂല, നിനക്ക് എന്താ പണി, നീ എങ്ങനെ ജീവിക്കുന്നു, പറ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെറുതെ നാശിപ്പിച്ച് നാരായണക്കല്ലടിപ്പിച്ച. ഈ പറഞ്ഞ സുമേഷ് പണ്ട് തന്നെ ഒന്നാമത് ഇവൻ എന്റെ പേര് രമേഷ് എന്നാണെങ്കിൽ ഇവൻ ബാക്കിയെല്ലാം രമേഷ് എന്നൊഴിച്ച് ബാക്കി എല്ലാം വിളിക്കും. എടാ സുരേഷ്, ഹരീഷ്, രാകേഷ്, രതീഷ് എന്നൊക്കെ വിളിക്കും. അപ്പൊ ഞാനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ഇവൻ ബാക്കിലത്തെ ഡോറിൽ അങ്ങോട്ട് തൂങ്ങിക്കിടപ്പുണ്ട്. അവൻ അവിടെ നിന്നുകൊണ്ട് രമേഷ് എന്ന് വിളിച്ചു. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ എന്നെ എന്റെ യഥാർത്ഥ പേര് വിളിച്ചതിന്റെ സന്തോഷത്തിൽ ഞാൻ എന്താടാ എന്ന് വിളിച്ചു വെച്ചപ്പം SSLC 2ാമത് എഴുതിയിട്ട് കിട്ടിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ചാൻസിന് മര്യാദക്ക് പാസ്സായ ആളാ. ഇവൻ എന്താ ഇങ്ങനെ ചോദിച്ചു, ഇവൻ അന്ന് ഇന്ന് ഇങ്ങനത്തെ കുറച്ച് അലൈൻമെന്റ് തെറ്റി കിടക്കണവനാണ് അവൻ. എന്നോട് എന്റെ സർവ്വ പിടിയും വിട്ടുപോയി. ചീത്ത വിളിക്കണ അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ഇവൻ വാക്കില്ല. ഇവൻ SSLC 2ാമത് എഴുതിയിട്ട് കിട്ടിയായിരുന്നു ചോദിച്ചപ്പോ തന്നെ എന്റെ സർവ്വ പിടിയും വിട്ടുപോയി. എനിക്ക് ഉത്തരം പോലും ഇല്ലാണ്ടായി പോയി. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ രമേശ് പിഷാരടിക്കുള്ള അടുത്ത റൗണ്ട്. സംഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ 5 വാക്കുകൾ പറയും. ആ വാക്കുകൾ പറയുമ്പോൾ എന്താണോ മനസ്സിൽ ആദ്യം തോന്നുന്നത് അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അത്രേ ഉള്ളൂ. ആദ്യത്തെ വാക്ക് കൂവൽ. ഷാന്റെ ഗാനമേള, മറ്റേ ഫനയിലെ പാട്ടൊക്കെ പാടിയ ഷാൻ, ഹിന്ദിയിലെ ഷാൻ. ഷാന്റെ ഗാനമേളക്ക് എന്തിനാ കൂവല്? അതിന്റെ ഇടയിൽ ഞാൻ മിമിക്രി കാണിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കൂവൽ, അതാണ് കൂവൽ. അത് ഹിന്ദിയിലൊരു ഇവന്റ് മാനേജ്മെന്റുകാർ ഇവിടെ ഒരു വലിയ മൊബൈൽ കമ്പനിയുടെ ഒരു വലിയ ഷാന്റെ ഗാനമേള, ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയം. അപ്പൊ ഷാന്റെ ഗാനമേള അവർ ഇവന്റുകാർ അവിടെ നിന്ന് ഇങ്ങനെ തിരക്കി. അപ്പൊ അവര് പല മിമിക്രിക്കാരെയും വിളിച്ചു. അപ്പൊ അവർക്കൊന്നും ഹിന്ദി അറിയാത്ത കാരണം ഈ ബോംബെ ഇവന്റുകാരോ എന്റെ നമ്പർ കൊടുത്തു. ഇവര് നെറ്റിൽ നിന്ന് കണ്ട നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ ഉഗ്രം ഹിന്ദി. അപ്പൊ ഹിന്ദി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ജാൻതാ ഹൈ നാ ഷാൻ തോ ഉത്തർ കേരള മേ പെഹ്ലി ബാർ ആ രഹാ ഹൈ, ഫസ്റ്റ് യു ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ. ഞാൻ ഈ ഓഡിയൻസിനെ പിടിച്ച് ഷാനിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റേറ്റ് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ചിരി തുടങ്ങി. അവരവിടുന്ന് അവരൊക്കെ കോടികളുടെ ഇടയിൽ ഞാൻ 10,000 രൂപ എങ്ങാണ്ട് വന്ന് ഞാൻ 3,000 രൂപയ്ക്ക് പരിപാടിക്ക് പോകുന്ന സമയം ഞാൻ 10 രൂപ പറഞ്ഞു. അവരെ പോറ്റിച്ചെന്നുള്ള അവസ്ഥയിൽ ഞാനിരിക്കുക. ഞാൻ ചെന്നപ്പോ സ്റ്റേജിന്റെ ബാക്കിൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു റൂം, ഒരു അസിസ്റ്റന്റ് പയ്യൻ, ഒരു കൂളർ. സമയമായപ്പോ ഈ എറണാകുളം ജില്ലയിലുള്ള ഹിന്ദിക്കാർ മുഴുവൻ ഈ പരിപാടി കാണാൻ വന്നിട്ടുണ്ട്. എന്നെ ഇവര് ഫസ്റ്റ് 6 മണിക്ക് ഷാന്റെ പരിപാടി തുടങ്ങുമെന്നും പറഞ്ഞ് 6 മണി അടിച്ചപ്പം ഫുൾ മ്യൂസിക് ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് എന്നെ കയറ്റി അങ്ങ് വിട്ട്. 10 മിനിറ്റാണ് എനിക്ക് സമയം തന്നേക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് കേറിയിട്ട് ഹിന്ദിക്കാരല്ലേ, ഞാൻ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാവണമില്ല. ഉള്ള മലയാളികളാണ് ഷാനിനെ കാണാൻ ഇരിക്കുക. അതിനിടയിലാണ് ഞാൻ വന്ന് ഇത് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കൂവലങ്ങ് തുടങ്ങിയിട്ട് അപ്പൊ പ്രൊജക്ടറിൽ ഇങ്ങനെ ഒരു 5-6 സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൽ എനിക്ക് എന്റെ തന്നെ മുഖം കാണാം. രക്തമില്ല എന്റെ മുഖത്ത്.
പക്ഷെ 10 മിനിറ്റ് നീളം ചെയ്തില്ലെങ്കിൽ ഇവർ ഈ 10,000 രൂപയെന്ന് വല്ലതും കുറയ്ക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ 10 മിനിറ്റും ഈ കൂവലിനെ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ നിന്ന് മിമിക്രി കാണിച്ച് ഞാൻ തിരിച്ചു വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ റൂമും പൊളിച്ച് കൂളറും മാറ്റി എല്ലാം മാറ്റി അവര്. എന്നിട്ട് ഷാൻ കയറിയിട്ട് ഷാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പൊ ആ ഷാന്റെ ഫോൺ ബെല്ലടിച്ചു. അപ്പൊ ഷാൻ സൈഡിട്ട് നോക്കി എന്നെ ഇങ്ങനെ വിളിച്ചു. അത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേജിട്ട് പിന്നെയും ആൾക്കാർ ഷാൻ ഒന്നും പിടികിട്ടില്ല. ഇതാരാ വന്നേ എന്തിനാ കൂവിയെന്ന് ഇപ്പോഴും അറിയില്ല പുള്ളിക്ക്. അതാണ് കൂവൽ. 15,000 രൂപയുടെ ചെക്കൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് വെള്ളം ചോദിച്ചപ്പോഴേ എടുത്തു തന്നിട്ടിരുന്ന അസിസ്റ്റന്റ് നിലത്ത് കിടക്കുന്ന ഒരു കുപ്പി ചൂണ്ടിക്കാണിച്ചു തന്നെ എനിക്ക് വേണം എടുത്ത് കുടിക്കാൻ. തകർന്നുപോയി. ശരി, പ്രണയലേഖനം ഇടനിലെന്ന് എഴുതിയിട്ടുണ്ട്. സുന്ദരൻ കൊച്ചു ഹനീഫ സുന്ദരാ എന്നുള്ള വിളിയാണ് എനിക്ക് ഓർമ്മ വരും. ഒളിച്ചോട്ടം സുനിക്കുട്ടൻ എന്റെ വണ്ടി ഓടിക്കുന്ന പയ്യനാ. ഒളിച്ചോടി പോയി. അവൻ തൊട്ടയിലൊക്കെ വീട്ടിലെ പെട്ടിട്ട് ഒളിച്ചോടി പോയി. ആരുടെ വണ്ടിയില്? എന്റെ വണ്ടിയല്ല, അവന്റെ വണ്ടിയിൽ പോയി. എന്നിട്ട് ആൾക്കാർ എന്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞേ. ശരി, സ്റ്റേജ് വള്ളംകളി. ആലപ്പുഴ വള്ളംകളിയുടെ ഉദ്ഘാടനത്തിന്റെ സ്റ്റേജ്. ഇതെന്താ വള്ളംകളി? വള്ളംകളിയുടെ സ്റ്റേജിന് എനിക്ക് തോന്നുന്നത് കലാമോ ആരോ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പഴയ പോലെ സ്റ്റേജിൽ ആള് കയറി വരുമ്പോ ഈ ഗിൽറ്റ് പേപ്പറിന്റെ ഒരു പടക്കം പൊട്ടുമല്ലോ, റിയാലിറ്റി ഷോയുടെ വിന്നർ വരുമ്പോഴോട്ട് പൊട്ടി പറക്കുന്ന പടക്കമൊക്കെ. അപ്പോൾ അന്നത്തെ സ്റ്റേജിൽ ഈ പടക്കം പൊട്ടിക്കുന്ന സതീശൻ എന്ന് പറഞ്ഞ ആള് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആകെ അവനെ ചീത്ത വിളി എന്ന് പറഞ്ഞാൽ എല്ലാരും നിന്ന് പ്രാഗ്, അവൻ അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് സ്റ്റേജിൽ വരില്ല, ഉത്തരവാദിത്വം ഇല്ലാത്തവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു സതീശൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു വീട്ടിലോട്ട്. ഞാൻ ഞങ്ങളുടെ പരിപാടിക്ക് പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ ഈ മറ്റേ ഇന്റലിജൻസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിക്ക്. സതീശൻ ബാഗുമായിട്ട് പതുക്കെ വന്നപ്പം അവര് പിടിച്ചുവനെ. കാഞ്ചാരായെന്ന് വെച്ച് ഇയാൾ സ്റ്റേജ് ചൂണ്ടിക്കാണിച്ചിട്ട് കൈകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ആക്ഷൻ കാണിച്ചു. അവര് തുറന്നു നോക്കി ഇവന്റെ അകത്ത് കുറ്റിയും വയറ് പിരിക്കുന്ന സാധനവും അതും ഇതും അല്ല. മിണ്ടിയില്ല. നേരെ ഡൽഹിക്ക് കൊണ്ടുപോയിട്ട് മേത്ത് മറ്റേ കണക്ഷൻ കൊടുത്തിട്ട് ചോദ്യം ചെയ്യൂലേ, അതുപോലെ 5-6 വയറ് നെഞ്ചത്തും തലയിലൊക്കെ വെച്ചിട്ട് സത്യം പറയുന്നും പറഞ്ഞ് ചോദ്യം ചെയ്തിട്ട് ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താടിയെ കൊളത്തി തിരിച്ച് നാട്ടിൽ വന്നു. സതീശൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരാ കൊണ്ടുപോയെന്നോ എന്തിനാ ഇടിച്ചെന്നുള്ളത്. അതാണ് വള്ളംകളിയുടെ സ്റ്റേജ്. രമേഷ് പിഷാരടിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടേ, ഭാര്യയുടെയും കുട്ടിയുടെയും. അതിന് കൊടുത്തിരുന്ന ക്യാപ്ഷനും ഞാൻ കണ്ടു, താലിപ്പെണ്ണും പീലിക്കുഞ്ഞും. ഫേസ്ബുക്ക് ഒക്കെ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണേ. ഫേസ്ബുക്ക് ഒക്കെ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്ഡേറ്റഡ് ആണല്ലോ എല്ലാത്തിലും. അപ്ഡേറ്റഡ് ആണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ മിക്കവാറും അതിൽ കയറും കാര്യങ്ങളൊക്കെ. അത് വേറൊരു പയ്യനാ തുടങ്ങി തന്നത്. പിന്നെ ഞാനത് പഠിച്ചു കഴിഞ്ഞോടുകൂടി ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതൊക്കെ ആ ഫോട്ടോ ഒക്കെ ഇട്ട സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അധികം വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ ഒന്നും അത്ര ഇടാറില്ല. ഇത് കുറെ മുന്നേ ആയിരുന്നു. എനിക്ക് 2014 ഫോട്ടോയിലോ മറ്റോ അപ്പോഴൊക്കെ ആണ് ഇട്ടതാണ്. ബാക്കിയുള്ളത് ഭാര്യ പിള്ളേരുടെ ഒന്നും അധികം അങ്ങനെ ഇടാറില്ല. നമ്മൾ ഇട്ടാൽ ഈ 10 ലക്ഷം പേജൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരുത്തിനൊക്കെ എന്തെങ്കിലും അനാവശ്യം ഇടും. അപ്പൊ വെറുതെ എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് മേടിക്കുന്നത് നടത്തിട്ട് പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. കാരണം ആൾക്കാർക്ക് എന്താ തമാശ പറയണ്ടെന്ന് പറയുമ്പോഴേ കൊച്ചിന്റെ ഫോട്ടോ ഇട്ടിടുമ്പോ ചേട്ടാ കൊച്ചിന്റെ ധർമ്മന്റെ ആയാണല്ലോ എന്നൊക്കെ പറഞ്ഞു കളയും ആൾക്കാർക്ക്. അവൻ തമാശ ഉദ്ദേശിക്കുന്നേ, നമ്മളെന്തിനാ വെറുതെ ഇത് കേൾക്കുന്നേ. അതാണ്. ഇങ്ങനെ ഓരോ മണ്ടത്തരം ഇടുന്ന പോലെ തന്നെ ഓരോരുത്തർ ചീത്തയൊക്കെ വിളിക്കാറുണ്ട്. ഹായ് 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 എന്നൊരു 4-5 ഹായ് കഴിഞ്ഞ് 5ാമത്തെ എന്താടാ നിനക്ക് ഇത്ര ജാടാന്നൊക്കെ നേരിട്ട് അതായത് സ്കിപ്പ് ചെയ്യും. ഒരു പല സ്റ്റെപ്പ് ഇവർ സ്കിപ്പ് ചെയ്യും. പാമ്പൻകോണി നേരെ 99 വരുമല്ലേ. ഹായ് ചേട്ടാ ഐ ആം യുവർ ഫാൻ. ഹായ് ചേട്ടാ ഒരു റിപ്ലൈ തന്നൂടെ, നിനക്ക് എന്താടാ ജാടാ പട്ടി. അപ്പൊ അവർക്ക് അത്ര ക്ഷമയുള്ളൂ. പക്ഷെ ഞാൻ അതെല്ലാം ആസ്വദിക്കും, നല്ല രസമായിട്ട് ആസ്വദിക്കും. ചീത്ത വിളിക്കണത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതൊക്കെ. റിപ്ലൈ കൊടുക്കുമോ? ചിലതിന് മാത്രം ഞാൻ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ചോദിക്കും, അതിന് റിപ്ലൈ കൊടുക്കും. ഹായ് പറയുന്നവർക്കൊക്കെ ഹായ് കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലർ വളരെ കാര്യമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കും, അല്ലെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. വിമർശിക്കുന്നവരൊക്കെ ഉണ്ടോ? നന്നായിട്ട് വിമർശിക്കുന്നവരുണ്ട്. അതാവും പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് എടുക്കും. ചിലർ നമ്മുടെ സൗഹൃദത്തിന് അപ്പുറം കുറ്റമൊക്കെ പറയും. ഹണി റോസ് വന്ന എപ്പിസോഡിൽ ധർമ്മജൻ വന്നിട്ട് ഹണി റോസിനോട് പറഞ്ഞു ഞാൻ എപ്പോഴും നിഴല് പോലെ കൂടെ ഉണ്ടാവും. ഞാൻ ഉടനെ പറഞ്ഞു എടാ നീ നിന്നാ മതി, നിഴലാന്നേ ദൂരെ നിന്ന് കണ്ടാ തോന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ധർമ്മനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല. 3ാം ഒരുത്തം വിളിച്ചിട്ട് ഭയങ്കര ചൂടാവില്ല, നിങ്ങൾ ധർമ്മനെ കളിയാക്കാൻ നിങ്ങൾ ആരാന്നൊക്കെ. നീ ആരാണ് പറയൂ. അപ്പം ആൾക്കാരിങ്ങനെ പലതും പറയും. ഞാൻ ഇത്രയും സ്പോട്ട്ലൈറ്റ് ചെയ്തതിൽ ആദ്യമായിട്ടാണ് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ചിരിച്ചിരി വഴിയെ സത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ. ആണോ? ഇതൊക്കെ നിങ്ങൾ എല്ലാവരോടും പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വരുന്നവരോടൊക്കെ നിങ്ങൾ എല്ലാ ബുദ്ധിജീവികളോടും പറയും. അല്ല സത്യം പറയല്ലോ, ഞാൻ അത്യാവശ്യം തള്ളടിക്കാറുണ്ട്. പക്ഷെ ഇത് ഞാൻ സത്യമായിട്ട് പറഞ്ഞത് ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല. അപ്പം ഇനിയും ഒരുപാട് കഥകളൊക്കെ പറയാനായിട്ട് ഇനിയും വരണം കേട്ടോ. പുതിയ സിനിമ കിട്ടുമ്പോ ഒന്നുമില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാവുമ്പോ വിളിക്കൂ. നമ്മളൊക്കെ അല്ലെങ്കിലും
സഹപ്രവർത്തകരല്ലേ ശാലിനി റേഡിയോ ചോദ്യം ചോദിക്കുന്നു, ഞാൻ TV ചോദ്യം ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഒരു ബിരിയാണി കിട്ടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വിളിക്കാം, സംസാരിക്കാം. പ്രത്യേകിച്ച് ശാലിനിക്ക് ഒരുപാട് നന്ദി. വളരെ രസകരമായി സംസാരിച്ചതിന് എല്ലാവിധ ഭാവങ്ങളും തിരിച്ചു നേരുന്നു. താങ്ക് യു. എന്നാ പിന്നെ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് ആൻഡ് ദിസ് ഇസ് മീ ശാലിനി.